ശ്രീ മെഴുവേലി ബാബുജി എഴുതിയ ക്രൈം നോവൽ വേട്ടക്കാരി. അധ്യായം 1. കാറ്റുവീശി. നെറ്റിയിലേക്ക് വീണ അളകങ്ങൾ കൈപ്പത്തിയുടെ പുറം കൊണ്ട് സൂര്യകാന്തി പിന്നിലേക്കൊതുക്കി. അതിനിടെ മുന്നിൽ നിൽക്കുന്നവർക്ക് നേരെ കണ്ണോടിച്ചു. ഏതാണ്ട് 10ഓളം പേർ വരും. എല്ലാ മുഖങ്ങളിലും അക്ഷമ. നെടുകെ കെട്ടിയ തടിയിൽ തൂക്കിയിട്ടിരുന്ന മാട്ടിറച്ചിയിലേക്ക് അവൾ ഇരുവായ് തലയും കൂർത്ത മുനയുള്ള കത്തി കുത്തിയിറക്കി. പിന്നെ ഹൽവ മുറിക്കുന്നത് പോലെ ഒരു വലിയ കഷ്ണം മാംസം അറുത്തെടുത്ത് പുളിമരക്കുറ്റിയിലേക്കിട്ടു. അവളുടെ കരവിരുത് ആളുകൾ നോക്കി നിന്നു. വളരെ വേഗത്തിൽ വേസ്റ്റ് നീക്കം ചെയ്തിട്ട് സൂര്യകാന്തി മാംസം ത്രാസിലേക്ക് വെച്ചു. എന്നിട്ട് ഏറ്റവും മുന്നിൽ നിന്ന വൃദ്ധനോട് തിരക്കി, ചേട്ടന് എത്ര കിലോയാ? മറുപടി നൽകിയത് ക്യാഷ് മേശയ്ക്ക് അരികിലിരുന്ന പരമശിവയാണ്, സൂര്യകാന്തിയുടെ അച്ഛൻ. അവിടെ 2, അടുത്തയാൾക്ക് 1.5. സൂര്യകാന്തി ഇറച്ചിയെടുത്ത് തൂക്കം നോക്കി ഒരു തേക്കിലയിൽ പൊതിഞ്ഞ് വൃദ്ധന് നീട്ടി. കവറില്ലേ കുഞ്ഞെ? വൃദ്ധൻ തിരക്കി. കഴിഞ്ഞയാഴ്ച വന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ അമ്മാവ, സർക്കാർ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുകയാണെന്ന്. സൂര്യകാന്തി ചിരിച്ചു. അവര് അങ്ങനെയൊക്കെ പറയും, എന്നാലും എനിക്കിത് വീട്ടിൽ എത്തിക്കണ്ടേ? പോന്നപ്പോൾ ഒരു സഞ്ചിയും കൂടി കൊണ്ടുപോരണ്ടായിരുന്നോ? പിന്നിൽ നിന്ന് ആരോ ചോദിച്ചു. വൃദ്ധൻ തിരിഞ്ഞ് രൂക്ഷമായി അയാളെ നോക്കി. അമ്മാവൻ അതൊന്ന് വാങ്ങ്. നിന്ന് ഞങ്ങൾക്ക് വേര് മുളയ്ക്കാറായി. അസ്വസ്ഥതയുടെ ഒരു ശബ്ദം കൂടി സൂര്യകാന്തി കേട്ടു. വൃദ്ധൻ ഇലപ്പൊതി വാങ്ങിയിട്ട് പണം നൽകാനായി പരമശിവയുടെ അടുത്തേക്ക് നീങ്ങി. ആരെയും ശ്രദ്ധിക്കാതെ സൂര്യകാന്തി ജോലി തുടർന്നു. മറയൂരിലെ ചന്ത ദിവസം ഇങ്ങനെയാണ്. വരുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിങ്ങി എത്തും. സഹായിയായി സൂര്യകാന്തി ആരെയും നിർത്തിയിട്ടില്ല. മാടുകളെ കൊല്ലാനും ഇവിടെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കാനും മാത്രം ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മറ്റ് ജോലിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാം എന്ന ആത്മവിശ്വാസം അവൾക്കുണ്ട്. പരമശിവയ്ക്ക് മകളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ അതും സൂര്യകാന്തി സമ്മതിക്കില്ല. 2 വർഷം മുമ്പ് പാറപ്പുറത്ത് നിന്ന് ഒന്ന് വീണ് അയാളുടെ നട്ടെല്ലിന് ക്ഷതമുണ്ടായിരുന്നു. അധിക നേരം നിൽക്കുകയോ ഭാരം ഉയർത്തുകയോ ചെയ്താൽ അപ്പോൾ വേദന തുടങ്ങും. 5-6 പേർക്ക് കൂടി വളരെ വേഗത്തിൽ സൂര്യകാന്തി ഇറച്ചി വൃത്തിയാക്കിയും ഒപ്പം തന്നെ തൂക്കിയും കൊടുത്തു. ആ സമയം കടയ്ക്ക് മുന്നിൽ ഒരു ജീപ്പ് വന്നു നിന്നു. ഫോറസ്റ്റുകാരുടെ ജീപ്പ്. സൂര്യകാന്തി മുഖമുയർത്തി. ജീപ്പിൽ ഇരുന്നു കൊണ്ട് ഡ്രൈവർ അവളെ നോക്കി ചിരിച്ചു. കാന്തിയേ, കാൽക്കുറങ്ങിന്റെ ഉൾഭാഗത്ത് നിന്ന് ഒരു 3 കിലോ എടുത്തോ, അരിഞ്ഞു വേണം കേട്ടോ. പുതിയ RFO ചാർജ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. സൂര്യകാന്തിയുടെ മുഖത്ത് മുഷിവ് പ്രകടമായി. ഫോറസ്റ്റ് ഡ്രൈവർ സണ്ണിമോനെ കാണുന്നത് തന്നെ അവൾക്ക് വെറുപ്പാണ്. അയാളുടെ കരിവീട്ടി പോലെയുള്ള ശരീരവും കനത്ത മീശയും ചിതൽ തിന്നതുപോലെ കുഴികളുള്ള മുഖവും നത്തിൻ്റേതുപോലെ കുഴിയുള്ള കണ്ണുകളും പിന്നെ മഞ്ഞപ്പല്ലുകളും വഷളൻ ചിരിയും. അയാൾ പറഞ്ഞത് കേട്ടെന്നോ ഇല്ലെന്നോ ഭാവിച്ചില്ല സൂര്യകാന്തി. പരമശിവ മകളെ ഏറെ കണ്ടിട്ട് ഒന്ന് നോക്കുക മാത്രം ചെയ്തു. സണ്ണിമോൻ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ തിരുകി തീ പിടിപ്പിച്ചു. കാന്തി, വേഗം വേണം. അതോടെ അവളുടെ ക്ഷമ കെട്ടു. സാറേ, ഈ നിൽക്കുന്നവരൊക്കെ കുറെ നേരമായി വന്നിട്ട്. അതിനെന്താ? സണ്ണിമോൻ ജീപ്പിൽ നിന്നിറങ്ങി ബമ്പറിൽ ഇടതുകാൽ വെച്ച് പിന്നോട്ട് ചാരി നിന്നു. കൈമുട്ടുകൾ ബോണറ്റിൽ ഊന്നി. അവർക്ക് പിന്നീട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പരാതി പറയട്ടെ അവര്. അയാൾ അവർക്ക് നേരെ തിരിഞ്ഞു. ആരും മിണ്ടിയില്ല. ഫോറസ്റ്റുകാരോട് എതിർക്കുന്നത് കുഴപ്പമാണെന്ന് എല്ലാവർക്കും അറിയാം. മുറ്റത്തൊരു തടി കിടന്നാൽ മതി, വനത്തിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് കേസെടുക്കാൻ. പാഴ്മരത്തടിയാണെങ്കിൽ പോലും അല്ലെന്ന് സ്ഥാപിക്കാൻ പാടുപെടേണ്ടി വരും. സണ്ണിമോൻ സൂര്യകാന്തിയിൽ നിന്നും കണ്ണു മാറ്റാതെ പുകയൂതി. മഞ്ഞിൽ പുക തങ്ങി നിന്നു. ജോലി ചെയ്യുമ്പോൾ സൂര്യകാന്തിയുടെ ശരീരചലനം കാണാൻ തന്നെ നല്ല ചേലാണ്. അല്ലെങ്കിൽ തന്നെ അവൾ സുന്ദരിയാണല്ലോ. ഒരു കേഴമാനിന്റെ പുഷ്ടിയാണവൾക്ക്. അനിഷ്ടത്തോടെ സൂര്യകാന്തി മാടിന്റെ ഉൾഭാഗത്ത് നിന്ന് ഇറച്ചി അറുത്തെടുത്ത് തൂക്കി. ആ ഭാഗത്ത് ഇറച്ചിക്ക് മൃദുത്വം കൂടും. സണ്ണിമോനോടുള്ള ദേഷ്യം ഉള്ളിലൊതുക്കിക്കൊണ്ട് അവൾ ഇറച്ചി വെട്ടുന്ന വലിയ കത്തിയെടുത്തു. പിന്നെ പുളിമര മുട്ടിയിൽ കിടന്ന ഇറച്ചി അരിയാൻ തുടങ്ങി. വെട്ടുന്നത് സണ്ണിമോന്റെ പുറത്താണെന്ന ഭാവത്തിൽ. ഇലയിൽ പൊതിഞ്ഞ ഇറച്ചി വാഴനാരുകൊണ്ട് കെട്ടി അവൾ തടിമേശയിൽ മുന്നോട്ട് നീക്കി വെച്ചു. അതെടുത്ത് ജീപ്പിൽ വെക്കടോ, സണ്ണിമോൻ പരമശിവയോട് കൽപ്പിച്ചു. അയാൾ എഴുന്നേൽക്കാൻ ഭാവിച്ചതും സൂര്യകാന്തി തടഞ്ഞു. അച്ഛൻ അവിടെ ഇരുന്നോ, ഞാൻ ചെയ്യാം. അത് കേട്ട് സണ്ണിമോൻ പരിഹസിച്ചു. അയാളും ജോലി ചെയ്യട്ടെ കാന്തി. പണ്ട് ഈ മറയൂർ കാടുകളിൽ ഒരുപാട് ചാടി നടന്നിട്ടുള്ളതല്ലേ. വേട്ടയാടിയ മൃഗങ്ങൾക്ക് കണക്കില്ലെന്നാ കേട്ടിട്ടുള്ളത്. സൂര്യകാന്തിയുടെ കവൾ ചുവന്നു. സാറിന്റെ വീട് എവിടെയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? ചിറ്റാർ, പത്തനംതിട്ട. നിങ്ങളാരും വനത്തിൽ പോയി വേട്ടയാടത്തില്ലല്ലോ. ജോലി വനം വകുപ്പിലാണെങ്കിലും ഉൾവനം കണ്ടിട്ടുണ്ടോ നിങ്ങള്?
ഒരു മൃഗത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ടോ? എന്നാൽ എന്റെ അച്ഛനും ഞാനും കണ്ടിട്ടുണ്ട്. കൊല്ലാൻ വെമ്പി നിൽക്കുന്ന കാട്ടുമൃഗത്തെ. സണ്ണിമോൻ അവളെ രൂക്ഷമായി നോക്കി. അത് ശ്രദ്ധിച്ചില്ല സൂര്യകാന്തി. ഇറച്ചിയുടെ പൊതിയെടുത്ത് ജീപ്പിന് പിന്നിലെ പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ട് അവൾ തുടർന്നു. നിങ്ങൾ വേട്ടയാടും, വനത്തിന് പുറത്തു വെച്ച് മനുഷ്യരെ. പിന്നെ അവരെ കിട്ടുന്നത് വല്ല കിണറ്റിലോ കുഴിയിലോ ശവമായിട്ട്. ചിറ്റാറിൽ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇപ്പോൾ വന്ന റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് ഇങ്ങോട്ട് സ്ഥലം മാറ്റമുണ്ടായത്. കവിളത്ത് അടി കിട്ടിയതുപോലെയായി സണ്ണിമോൻ. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇവളുടെ ഈ സംസാരം. മോളെ, പരമശിവ താക്കീതു സ്വരത്തിൽ വിളിച്ചു. ഒരിക്കൽ സൂര്യകാന്തിയെ കെണിയിൽ വീഴ്ത്താൻ ശ്രമിച്ചത് കൊണ്ടാണ് അവൾ സണ്ണിമോനോട് അങ്ങനെ സംസാരിച്ചതെന്ന് അയാൾക്കറിയാം. അച്ഛന്റെ ശബ്ദത്തെ അവഗണിച്ച് സൂര്യകാന്തി സണ്ണിമോന്റെ നേർക്ക് കൈ നീട്ടി. 1050 രൂപ. സണ്ണിമോൻ പോക്കറ്റിൽ കൈകടത്തി. എന്നാൽ പെട്ടെന്ന് തിരിച്ചെടുത്തു. നീ ഇത്രയും പ്രസംഗിച്ചില്ലേ, പണം തരാൻ മനസ്സില്ല. നിനക്ക് എന്ത് ചെയ്യാമെങ്കിലും ചെയ്തോടി. വെല്ലുവിളിച്ചിട്ട് അയാൾ ജീപ്പിൽ കയറി. ആ നിമിഷം മിന്നൽ വേഗത്തിൽ സൂര്യകാന്തി ജീപ്പിൽ വെച്ച ഇറച്ചി തിരിച്ചെടുത്തു. ആ വേലയങ്ങ് മനസ്സിലിരിക്കട്ടെ സാറേ. ഓരോ തവണ വരുമ്പോഴും ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് പണം തരാതെ പോകും. ഇപ്പോഴത് വേണ്ട. സണ്ണിമോൻ പകച്ചു. ഇതിൽ പരം ഒരു നാണക്കേടുണ്ടോ? ഈ നിൽക്കുന്ന ആൾക്കാർ നാട് മുഴുവൻ ഇത് പാട്ടാക്കും. അയാൾ വീണ്ടും ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി. പേഴ്സിൽ നിന്ന് 2 500-ന്റെയും ഒരു 50-ന്റെയും നോട്ട് വലിച്ചെടുത്ത് സൂര്യകാന്തിയുടെ മുഖത്തിന് നേർക്ക് എറിഞ്ഞു. തുടർന്ന് ഇറച്ചി പിടിച്ചു വാങ്ങി ജീപ്പിൽ വെച്ചു. എന്നിട്ടൊരു ഭീഷണി. റേഞ്ചർ സാറിനോട് ഞാൻ പറയുന്നുണ്ട്, നീ അദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററി പാടി നടക്കുകയാണെന്ന്. ജീപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അയാൾ തുടർന്നു. നീ വിൽക്കുന്ന ഇറച്ചിയുണ്ടല്ലോ, ഇതുപോലും കാട്ടിറച്ചിയാണെന്ന് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കഴിയും, ഓർത്തോ. നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കേസ് ഫയലുകൾ പൊടിതട്ടിയെടുത്താൽ നീ അകത്താ. നെഞ്ചിന് നടുവിൽ ഒരു വെട്ട് കിട്ടിയതുപോലെ സൂര്യകാന്തി നിന്നു. അവിടെ തടവിക്കൊണ്ട് അവളൊന്ന് എക്കിളിട്ടു. റിവേഴ്സ് ഗിയറിൽ മിന്നൽ പോലെ ഫോറസ്റ്റ് ജീപ്പ് പിന്നിലേക്ക് പോയി. പിന്നെ വെട്ടിത്തിരിഞ്ഞ് പാഞ്ഞു. അതിന്റെ കറുത്ത പുക മഞ്ഞിൽ തങ്ങി നിന്നു. കാന്തി എന്തായാലും അയാളോട് അങ്ങനെ പറയരുതായിരുന്നു. ഇറച്ചി വാങ്ങാൻ വന്ന മുട്ടക്കച്ചവടക്കാരൻ വേലുവാശാൻ പറഞ്ഞു. പഴക്കടക്കാരൻ സുന്ദരന്റെയും അഭിപ്രായം അതായിരുന്നു. മറുപടി പറയാതെ സൂര്യകാന്തി സണ്ണിമോൻ വലിച്ചെറിഞ്ഞ നോട്ടുകൾ കുനിഞ്ഞെടുത്തു. അർദ്ധഭീതിയോടെ മകളെ നോക്കിയിരുന്നു പരമശിവ. മറയൂരിനെ പൊതിഞ്ഞു നിന്നിരുന്ന മഞ്ഞ് മാറി. സൂര്യന്റെ മുഖം തെളിഞ്ഞു. ഏതാണ്ട് 11 മണിയായിരിക്കുന്നു. ചന്തയിൽ ആളുകൾ ഒഴിഞ്ഞു തുടങ്ങി. സൂര്യകാന്തിയുടെ കടയിൽ ഇറച്ചി തീർന്നു. അവസാനം വന്നവർക്ക് കിട്ടിയില്ല. പതിവ് പോലെ നേരത്തെ തന്നെ അവൾ 2 കിലോയോളം ഇറച്ചി മാറ്റി വെച്ചിരുന്നു. സ്ഥിരമായി മാടിന്റെ അസ്ഥികൾ വാങ്ങുന്നവരുടെ പിക്കപ്പ് വാൻ വന്നു നിന്നു. സൂര്യകാന്തി അസ്ഥികൾ എടുത്ത് അവർക്ക് പിന്നിലേക്ക് ഇട്ടുകൊടുത്തു. വാൻ പോയി. തൊട്ടടുത്ത കടയിൽ നിന്ന് അവൾ 2 കരിമ്പിൻ ജ്യൂസ് വാങ്ങി. അതിൽ ഒരെണ്ണം പരമശിവയ്ക്ക് കൊടുത്തു. പിന്നെ പഴയ മൊബൈൽ ഫോൺ എടുത്ത് ഒരിക്കൽ കൂടി സമയം നോക്കി. പോയേക്കാം അച്ഛാ. ശരി മോളെ. അയാൾ എഴുന്നേറ്റു. പണം അടങ്ങിയ തടിപ്പെട്ടിയെടുത്ത് കക്ഷത്തിൽ വെച്ചു. ചന്തയിലെ മറ്റു കച്ചവടക്കാരും എല്ലാം പെറുക്കിക്കെട്ടി തുടങ്ങിയിരുന്നു. ഒന്ന് സൂക്ഷിച്ചോണേ സൂര്യകാന്തി. നേരത്തെ നടന്ന സംഭവം അത്രയും കണ്ടുകൊണ്ടിരുന്ന പച്ചക്കറി കച്ചവടക്കാരി മറിയാമ്മ അവൾക്കരികിൽ എത്തി. അയാളൊരു ക്രൂരനാ, ആ സണ്ണിമോൻ. അതുകൊണ്ട് തന്നെ ചന്തയിൽ ഇത്രയും പേരുണ്ടായിട്ടും ആരും അങ്ങോട്ട് വരാതിരുന്നത്. സൂര്യകാന്തി തലയാട്ടി. പിന്നെ വെട്ടി ഓട്ടോയിൽ കയറി. അവൾക്കൊപ്പം മുൻ സീറ്റിൽ പരമശിവയും. സൂര്യകാന്തി ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. ചന്തയിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പരമശിവ പറഞ്ഞു, സണ്ണിമോനോട് നീ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. 1ന് 10 അയാൾ റേഞ്ചറുടെ കാതിലെത്തിക്കും. റേഞ്ചറെക്കുറിച്ച് നല്ല അഭിപ്രായമൊന്നുമല്ലല്ലോ കേട്ടതും. എതിരെ വന്ന ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടയിൽ സൂര്യകാന്തി ചുണ്ടനക്കി. അച്ഛൻ പേടിക്കണ്ട, പണ്ടത്തെ കാലമല്ലല്ലോ ഇത്. മാത്രമല്ല ഞാനൊരു പെണ്ണും. പുരുഷന്മാരോട് ഇടയുന്നത് പോലെ ഏതായാലും ഫോറസ്റ്റുകാർ എന്നോട് മുട്ടാൻ വരത്തില്ല. പരമശിവ മറുപടി നൽകിയില്ല. അയാൾ ഓർക്കുകയായിരുന്നു തന്റെ ഭാര്യ. കാന്തിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അവളുടെ ദേഹവിയോഗം. ഇപ്പോൾ കാന്തിക്ക് 25 വയസ്സ്. ഒരു പക്ഷേ അവൾ ഉണ്ടായിരുന്നെങ്കിൽ. ചുഴലിക്കാറ്റുപോലെ ഭാര്യയുടെ ഓർമ്മ പരമശിവയുടെ മനസ്സിൽ വട്ടം ചുറ്റി. കാന്തിയേക്കാളോ അല്ലെങ്കിൽ അതിനൊപ്പമോ സുന്ദരി. അടിമാലിയിലായിരുന്നു അവളുടെ സ്വദേശം. താൻ വനത്തിൽ വേട്ടയ്ക്ക് പോകുമായിരുന്നു. ഫോറസ്റ്റുകാർ അറിഞ്ഞും അറിയാതെയും. ലൈസൻസുള്ള ഇരട്ടക്കുഴൽ തോക്കുണ്ട്. ലൈസൻസ് ഇല്ലാത്തത് വേറൊരെണ്ണവും. വനത്തിൽ കയറിയാൽ ചിലപ്പോൾ 4-5 ദിവസം കഴിഞ്ഞേ മടങ്ങിയെത്തിയിരുന്നുള്ളൂ. അങ്ങനെ ഒരു തവണ മടങ്ങി വന്നപ്പോൾ
ഓർമ്മയിൽ പരമശിവയുടെ ചങ്കിടിച്ചു. വീട്ടിലെത്തിയപ്പോൾ പുലർച്ചയെ കണ്ടില്ല. പുലർച്ച എന്നത് അവൾക്ക് മാതാപിതാക്കൾ അറിഞ്ഞു നൽകിയ പേരായിരുന്നു. പ്രഭാത സൗന്ദര്യം തന്നെയായിരുന്നു അവൾ. കാന്തിക്ക് അന്ന് 1 വയസ്സാണ് പ്രായം. തൊട്ടിലിൽ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു അവൾ. പുലർച്ചയെ വിളിച്ചുകൊണ്ട് താൻ തൊടിയിലേക്കിറങ്ങി. 5 ഏക്കർ ഭൂമിയിൽ പകുതിയിൽ കരിമ്പും ബാക്കി വെളുത്തുള്ളിയുമാണ് കൃഷി ചെയ്തിരുന്നത്. ചെല്ലുമ്പോൾ കരിമ്പിൻ കാട്ടിൽ ഒരനക്കം. അങ്ങോട്ട് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. ചതഞ്ഞു കിടക്കുന്ന കരിമ്പുകൾക്കിടയിൽ 2 പേർ. ഒന്ന് പുലർച്ച. സ്ഥാനം തെറ്റിയതോ കീറപ്പെട്ടതോ ആയ വസ്ത്രങ്ങൾ. അവൾക്കരികിൽ ചോരയിൽ കുളിച്ച് മറ്റൊരാൾ. അന്നത്തെ സീനിയർ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന സജിയം തമ്പിസാർ. ഒറ്റ നോട്ടത്തിൽ അയാൾ മരിച്ചെന്ന് ഉറപ്പായിരുന്നു. കഴുത്തിന് കുറുകെ ആഴത്തിൽ മുറിവ്. അതുവഴി ചിതറിയ ചോര കരിമ്പോലകളിൽ. കരിമ്പ് വെട്ടുന്ന വളഞ്ഞ കത്തി തറയിൽ കിടക്കുന്നു. അതിൽ പെയിന്റ് പോലെ ചോര. തന്നെ നോക്കി കരഞ്ഞുകൊണ്ട് ചോരയിൽ കുളിച്ച കത്തിയുമായി പുലർച്ച വേച്ച് എഴുന്നേറ്റു. ശിവേട്ട, ഞാൻ കൊന്നു ഈ പട്ടിയെ. എന്നെ നശിപ്പിച്ചവനെ ഞാൻ കൊല്ലണ്ടായിരുന്നോ? ഒരു ചുഴലിക്കാറ്റായി അവൾ തന്നെ കെട്ടിപ്പിടിച്ചു. പോകാം പോലീസ് സ്റ്റേഷനിലേക്ക്. കുറ്റം ഞാൻ ഏറ്റുപറയും. കാന്തിമോളെ ശിവേട്ടൻ നോക്കിക്കോണം. പുലർച്ചയുടെ നഖങ്ങൾ തന്റെ പുറത്ത് ആഴ്ന്നിറങ്ങുന്നത് പോലെ തോന്നി. പക്ഷേ അവളെ താൻ പോലീസിന് വിട്ടുകൊടുത്തില്ല. ഇന്നത്തെ സണ്ണിമോനെ പോലെയായിരുന്നു അന്നത്തെ സജിയം തമ്പി. മനുഷ്യത്വമുള്ള റേഞ്ചർ മാത്യു സാറിനോട് താൻ ചെന്ന് കാര്യം പറഞ്ഞു. കുറച്ചുനേരം ചിന്തിച്ചിട്ട് മാത്യു സാർ നിർദ്ദേശിച്ചു, മറ്റാരും ഒരിക്കലും ഇതറിയാൻ ഇടവരണ്ട. ഞങ്ങൾക്ക് പോലും ഒരു തലവേദനയായിരുന്നു സജി. പരമശിവ, താനൊരു കാര്യം ചെയ്യ്. വെട്ടി മൂടിയേര് അവനെ. ആ കരിമ്പിൻ തോട്ടത്തിൽ തന്നെ. ബോഡി പുറത്തേക്ക് കൊണ്ടുപോയാൽ അപകടമാ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അങ്ങനെ താൻ സജിയം തമ്പിയെ അവിടെ തന്നെ കുഴിച്ചിട്ടു. ഇപ്പോൾ 24 വർഷങ്ങൾ. പക്ഷേ അതിനുശേഷം എല്ലാ അർത്ഥത്തിലും പുലർച്ച തന്റെ ഭാര്യയായിട്ടില്ല. ഒരു മകൻ കൂടി വേണം എന്നതായിരുന്നു തങ്ങളുടെ ആഗ്രഹം. പക്ഷേ പുലർച്ച സമ്മതിച്ചില്ല. ഇനി ശിവേട്ടൻ എന്റെ ശരീരം ചോദിക്കരുത്. എന്റെ മനസ്സ് എപ്പോഴും ശിവേട്ടന്റെ കാൽപാദത്തിൽ ഉണ്ടാവും. ഒരു മൃഗാധമൻ പിച്ചിച്ചിന്തിയ ശരീരം ഇനി ഒരിക്കലും ഞാൻ ശിവേട്ടന് സമർപ്പിക്കില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. ഒരു മോൻ എന്നുള്ള നമ്മുടെ സ്വപ്നം അങ്ങനെ തന്നെ നിന്നോട്ടെ. നമുക്കതിന് വിധിയില്ലെന്ന് ആശ്വസിക്കാം. മകന് കൊടുക്കാൻ വെച്ചിരുന്ന സ്നേഹം കൂടി കാന്തിമോൾക്ക് കൊടുക്കാം. അങ്ങനെ തന്നെയാണ് തങ്ങൾ ചെയ്തതും. പക്ഷേ പെട്ടെന്ന് സൂര്യകാന്തി ബ്രേക്ക് പെഡൽ ആഞ്ഞു ചവിട്ടി. മൂക്ക് കുത്തും പോലെ ഒന്ന് കുനിഞ്ഞിട്ട് പെട്ടി ഓട്ടോ നിരങ്ങി നിന്നു. മുന്നിലേക്ക് എടുത്തു ചാടി വരും പോലെ ഫോറസ്റ്റ് ജീപ്പ്. ഡ്രൈവർ സീറ്റിലിരുന്ന് സണ്ണിമോൻ ചിരിക്കുന്നത് പരമശിവയും സൂര്യകാന്തിയും കണ്ടു. എതിർഭാഗത്തെ സീറ്റിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നു. ഇടത്തേക്ക് തിരിഞ്ഞുപോയ ജീപ്പിലിരുന്ന് അയാൾ തല പുറത്തേക്ക് നീട്ടി സൂര്യകാന്തിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. RFO റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കാരണവർ കേശവ്. സണ്ണി ആ ഓഫീസറോട് എല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു. പരമശിവ മന്ത്രിച്ചു. സൂര്യകാന്തി കടുപ്പിച്ചെന്ന് മൂളി. പിന്നെ റിയർ വ്യൂ മിററിലൂടെ ജീപ്പിലേക്ക് ഒന്നുകൂടി നോക്കി. കാരണവർ കേശവ് പുറകിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് കണ്ടു. ഒരു കാര്യം മറന്നു. ആ മുടിഞ്ഞവന്റെ കാര്യം ഓർത്തോണ്ടിരുന്നത് കൊണ്ട് സൂര്യകാന്തി മുഖം ചുളിച്ചു. എന്താ? പരമശിവ തിരക്കി. ഹോട്ടലുകാരോട് കാശ് വാങ്ങിയില്ല. മറയൂരെ പ്രധാന ഹോട്ടലുകൾക്കെല്ലാം മാട്ടിറച്ചി നൽകുന്നത് അവരാണ്. അത് വീട്ടിൽ വെച്ച് തന്നെ അരിഞ്ഞ് പാഴ്സലാക്കിക്കൊണ്ടാണ് വരുന്നത്. സാരമില്ല, നാളെ വാങ്ങാം. അതൃപ്തിയോടെ സൂര്യകാന്തി മൂളി. കണക്കുകൾ അന്നന്ന് ക്ലോസ് ചെയ്യുന്നതാണ് അവൾക്കിഷ്ടം. മറയൂർ ചിന്നാർ റോഡിലൂടെ ഓട്ടോ ഓടിക്കൊണ്ടിരുന്നു. കൊടും വളവുകളും ഇറക്കങ്ങളും. റോഡിന് വലതുഭാഗത്ത് അഗാധമായ കൊക്ക. ഇടതുഭാഗത്ത് കൂറ്റൻ പാറകളും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും. ഏകദേശം 4 കിലോമീറ്റർ ഓടിയപ്പോൾ ഇടത്തെ ചെരുവിലേക്കുള്ള പ്രൈവറ്റ് റോഡായി. അവിടെ 4-5 വീടുകളുണ്ട്. അവ പിന്നിട്ട് വീണ്ടും യാത്ര. ഏകദേശം 1/2 കിലോമീറ്റർ യാത്ര. കുന്നിൻ ചെരുവിൽ ഒരു കൊച്ചു വീട്. ഓടുമേഞ്ഞത്, വൃത്തിയും വെടിപ്പുമുള്ള പരിസരം. അവിടെ 1/2 ഏക്കർ വസ്തുവും ആ വീടും മാത്രമാണ് അവർക്കുള്ളത്. വീടിന് പിൻഭാഗം വനാതിർത്തിയാണ്. ഓട്ടോ നിന്നു. ഇരുവശത്തുമായി പരമശിവയും സൂര്യകാന്തിയും ഇറങ്ങി. പ്രത്യേകം മാറ്റിവെച്ചിരുന്ന ഇറച്ചി അടങ്ങിയ അലുമിനിയം ബക്കറ്റ് സൂര്യകാന്തി എടുത്തു. പരമശിവ വീടിന്റെ വാതിൽ തുറന്നു. സൂര്യകാന്തി അടുക്കളയിലെത്തി. പെട്ടെന്ന് പുറത്ത് ഒരു മുരൾച്ച. സൂര്യകാന്തി അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നു. അവിടെ വാതിൽക്കൽ ഒരു പുള്ളിപ്പുലി. അധ്യായം 2. നല്ല ആരോഗ്യമുള്ള ഒരു പുള്ളിപ്പുലി. ക്രൗര്യത്തിന് പിന്നിലും ശാന്തത തോന്നിക്കുന്ന ഉരുണ്ട കണ്ണുകൾ.
മുഖത്തിന് കുറുകെ വെട്ടുകിട്ടിയതുപോലെ ഒരു കറുത്ത പാട്. സൂര്യകാന്തിയെ കണ്ടതും പുലി പ്രത്യേക താളത്തിൽ ഒന്നുകൂടി മുരണ്ടു. പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ശിരസൊന്ന് ചുഴറ്റി, നാവ് നീട്ടി, ചുണ്ടു നക്കി. സൂര്യകാന്തിക്ക് ചിരി വന്നു. എളിയിൽ കൈകളൂന്നി നിന്നുകൊണ്ട് അവൾ തിരക്കി, നിന്റെ കയ്യിലെന്താടി അമ്മോ, വാച്ചുണ്ടോ ഇത്ര കൃത്യമായിട്ട് വരാൻ? ചോദ്യം കേട്ടതും പുലി രണ്ടടി മുന്നോട്ട് വെച്ചു. പിന്നെ ഒരു നായ്ക്കുട്ടിയെ പോലെ കൈകൾ ഉയർത്തി സൂര്യകാന്തിയെ കെട്ടിപ്പിടിച്ചു. അവളും ഒരു കൈകൊണ്ട് അതിനെ ചേർത്ത് പിടിച്ചിട്ട് മറുകൈകൊണ്ട് ശിരസിൽ തടവി. പുലിയുടെ കണ്ണുകൾ പാതി അടഞ്ഞു. വിശക്കുന്നുണ്ട് അല്ലേടി, വാ. പുലിയിൽ നിന്ന് കൈ എടുത്തുകൊണ്ട് സൂര്യകാന്തി വിളിച്ചു. ശേഷം അടുക്കളയിലേക്ക് തിരിഞ്ഞു. അനുസരണയോടെ പുലി പിന്നാലെ ചെന്നു. ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന മാംസം ബക്കറ്റിൽ നിന്നെടുത്ത് സൂര്യകാന്തി ഒരു ഡിഷിലേക്ക് വെച്ചു. തിന്നോടി. യാതൊരു തിടുക്കവും കൂടാതെ പുലി ആ മാംസം തിന്നു തുടങ്ങി. പരമശിവ വാതിൽക്കലെത്തി. അമ്മവേ, അയാൾ വിളിച്ചു. പെൺപുലി കണ്ണുകൾ ഉയർത്തി അയാളെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തീറ്റ തുടർന്നു. പുലി തിന്നു തീരുവോളം ഒരു പഴയ സ്റ്റൂളിൽ അതിനെ തന്നെ നോക്കിയിരുന്നു സൂര്യകാന്തി. ഇന്നും അവളുടെ ഓർമ്മയിലുണ്ട് ആ സംഭവം. സൂര്യകാന്തിക്ക് അന്ന് 12 വയസ്സ്. നേരത്തെ ഉണ്ടായിരുന്ന 5 ഏക്കർ ഭൂമി നഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ചെറിയ വീട് വെച്ച് പരമശിവയും അവളും താമസിച്ച കാലം. പരമശിവയുടെ പ്രധാന പണി മൃഗവേട്ട തന്നെ. ഓരോ മൃഗത്തിന്റെയും സഞ്ചാരപഥം അയാൾക്ക് വ്യക്തമായി അറിയാം. ഇറച്ചി കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നത് വളരെ രഹസ്യമായിട്ടായിരുന്നു. അതിന്റെ ഒരു പങ്ക് കൃത്യമായി ഫോറസ്റ്റുകാർക്ക് എത്തിച്ചു കൊടുക്കും, അതും പരമരഹസ്യം. അതിനാൽ സൂര്യകാന്തിക്ക് കൂട്ടിനായി വീട്ടിലാരെയെങ്കിലും നിർത്താൻ പോലും അയാൾ ഭയന്നു. സ്കൂളിൽ പോകുന്ന സമയമൊഴികെ അവൾ ഒറ്റയ്ക്കാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം, മോളെ കാന്തി. പ്രഭാതത്തിൽ അച്ഛന്റെ ശബ്ദം കേട്ടാണ് സൂര്യകാന്തി എഴുന്നേറ്റത്. അച്ഛൻ മോൾക്കൊരു കൂട്ടുകാരിയെ കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കിയേ. സൂര്യകാന്തി വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഒരു പുലിക്കുട്ടിയെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പരമശിവയെ. വലിയ ഒരു പൂച്ചയോളം വലിപ്പമേ അതിനുണ്ടായിരുന്നുള്ളൂ. മുഖത്തൊരു മുറിവ് പാട്. അവിടെ മാംസം ചുവന്ന് തള്ളി നിൽക്കുന്നു. പാവം. സൂര്യകാന്തി പുലിക്കുട്ടിയെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങി മടിയിൽ വെച്ചു. അപ്പോൾ തന്നെ അവൾ അതിനൊരു പേരുമിട്ടു, അമ്മു. പരമശിവ പുലിക്കുട്ടിയുടെ മുറിവിൽ പച്ചിലമരുന്ന് പുരട്ടി. കഷ്ടം, ഇതെങ്ങനെയാ അച്ഛാ മുറിഞ്ഞത്? സങ്കടത്തോടെ പുലിക്കുട്ടിയുടെ മുറിവിലേക്ക് നോക്കി സൂര്യകാന്തി തിരക്കി. അറിയില്ല മോളെ, ഞാൻ കാണുമ്പം ഇതൊരു പാറക്കുഴിയിൽ കിടക്കുകയായിരുന്നു. ആരെങ്കിലും വെട്ടിയതായിരിക്കുമെന്ന എനിക്ക് തോന്നുന്നത്, അയാൾ അറിയിച്ചു. നമുക്കിതിനെ വളർത്താം അച്ഛാ. മകൾ പറയുന്നത് കേട്ട് പരമശിവ അമ്പരന്നു. ഫോറസ്റ്റുകാര് സമ്മതിക്കത്തില്ല മോളെ, അവരറിയത്തില്ല. കാന്തി ചിണുങ്ങി. ആരും അറിയത്തില്ല. പരമശിവ കുഴങ്ങി. മരുന്ന് പുരട്ടി പുലിക്കുട്ടിയെ തിരിച്ച് കാട്ടിൽ വിടാനായിരുന്നു അയാളുടെ ഉദ്ദേശ്യം. അയാൾ നിർബന്ധിച്ചു നോക്കിയെങ്കിലും സൂര്യകാന്തി സമ്മതിച്ചില്ല. പുലി ഒരിക്കലും മനുഷ്യരുമായി ഇണങ്ങത്തില്ല മോളെ. വളരുമ്പോൾ അത് നമ്മളെ ആക്രമിക്കും. അയാളുടെ വാദങ്ങളൊന്നും മകളുടെ മുമ്പിൽ വിലപ്പോയില്ല. അച്ഛനെ കൊണ്ട് അവൾ പാലും ഒരു കുപ്പിയും നിബിളും വാങ്ങിപ്പിച്ചു. കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് പോലെ നിബിൾ കുപ്പി പുലിക്കുട്ടിയുടെ വായിലേക്ക് വെച്ചുകൊടുത്ത് അവൾ അതിനെ പാലൂട്ടി. അത് കണ്ടപ്പോൾ പരമശിവയുടെ കണ്ണുകൾ നനഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. കാട്ടുമൃഗങ്ങളുടെ ഭക്ഷണമല്ല സൂര്യകാന്തി അമ്മുവിന് കൊടുത്തിരുന്നത്, മനുഷ്യർ കഴിക്കുന്ന ആഹാരം. ആദ്യമൊന്നും പുലിക്കുട്ടി അത് കഴിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് മീനോ ഇറച്ചിയോ ചേർത്തിളക്കി കൊടുത്താൽ ചോറ് തിന്നുമെന്ന അവസ്ഥയായി. സൂര്യകാന്തിയും പുലിക്കുട്ടിയും തമ്മിലുള്ള സൗഹൃദം ദൃഢമാവുകയായിരുന്നു. അവൾ സ്കൂളിൽ നിന്ന് വരുന്നത് കാത്ത് വീടിന് പിൻഭാഗത്ത് കോഴിക്കൂട്ടിൽ അമ്മു കിടക്കും. പകൽ പുലിക്കുട്ടിക്കും രാത്രിയിൽ കോഴികൾക്കുമായി ഒരു കൂടുണ്ട്. പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തിയാലുടൻ സൂര്യകാന്തി പുലിക്കുട്ടിയെ അഴിച്ചുവിടും. അമ്മു കോഴികളെ ഉപദ്രവിക്കില്ല. എപ്പോഴും സൂര്യകാന്തിയുടെ ഒപ്പം തന്നെ. വേട്ടക്കാരനായതിനാൽ താഴെയുള്ള വീട്ടുകാരുമായൊന്നും പരമശിവയ്ക്ക് അടുപ്പമില്ലായിരുന്നതും ഒരു ഭാഗ്യമായി. പുലിക്കുട്ടി വളർന്നു. സൂര്യകാന്തി 10ാം ക്ലാസ്സിൽ എത്തി. ഒരു നാൾ താഴെയുള്ള വീട്ടിലെ ഒരു സ്ത്രീ പുല്ലറക്കാൻ ആ വഴി വന്നു. കൂട്ടിൽ കിടക്കുന്ന പുലിയെ കണ്ട് അവർ അലറി വിളിച്ചുകൊണ്ട് തിരിഞ്ഞോടി. അതോടെ വാർത്ത പുറം ലോകം അറിഞ്ഞു. ഫോറസ്റ്റുകാർ പാഞ്ഞെത്തി. പരമശിവയെ കസ്റ്റഡിയിലെടുത്തു. അമ്മുവിനെ കൂട്ടിലാക്കി ടെമ്പോയിൽ കയറ്റിക്കൊണ്ടുപോയി. നിലവിളിച്ചുകൊണ്ട് സൂര്യകാന്തി വാഹനത്തിന് പിന്നാലെ ഓടിയെങ്കിലും നിരാശയോടെ അവൾക്ക് തിരിച്ചു പോരേണ്ടി വന്നു. കേസെടുത്തെങ്കിലും അന്നത്തെ ഫോറസ്റ്റുകാർ പരമശിവയ്ക്കെതിരെ നിസ്സാര വകുപ്പുകളെ ചുമത്തിയുള്ളൂ.
അയാൾക്ക് ബന്ധുവായി ഒരു മകൾ മാത്രമേയുള്ളൂ എന്ന കാരണത്താൽ കോടതിയുടെ ദയ കിട്ടുകയും ചെയ്തു. പക്ഷേ കൂട്ടുകാരിയായ പുലിയുടെ വിയോഗത്തിൽ മനം നൊന്തു സൂര്യകാന്തി അക്കൊല്ലം തന്നെ പഠനം നിർത്തി. 10ാം ക്ലാസ് പരീക്ഷ പോലും എഴുതിയില്ല. സദാസമയവും ചിന്താധീനയായി ഇരിക്കുന്ന മകളെ കണ്ട് പരമശിവയ്ക്ക് പേടി തോന്നി. എന്തൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും ഏശിയില്ല. പുലിയെ അകലെ എവിടെയോ വനത്തിൽ കൊണ്ടുപോയി ഫോറസ്റ്റുകാർ തുറന്നു വിട്ടിരുന്നു. ഏതാണ്ട് 5 വർഷം കഴിഞ്ഞു. സൂര്യകാന്തി സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി. ഒരു ദിവസം വൈകിട്ട് മുറ്റമടിക്കുകയായിരുന്ന അവൾ പിന്നിലൊരു മുരൾച്ച കേട്ട് ഞെട്ടിത്തിരിഞ്ഞു. പരമശിവ അവിടെ ഉണ്ടായിരുന്നില്ല. ഭയന്നുപോയി സൂര്യകാന്തി. ഒരു വലിയ പെൺപുലി അലറിക്കരയാൻ ഭാവിച്ചെങ്കിലും സൂര്യകാന്തിയുടെ ശബ്ദം പുറത്തു വന്നില്ല. പുലി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു, ചലിക്കാതെ. അവൾ അതിന്റെ വാലിന്റെ ചലനം ശ്രദ്ധിച്ചു. മുന്നോട്ട് കുതിച്ചു വരാൻ ഭാവിക്കുകയാണെങ്കിൽ ആ ചലനത്തിൽ നിന്ന് തിരിച്ചറിയാം. അവൾ പുലിയുടെ മുഖം ശ്രദ്ധിച്ചു. അവിടെ ഒരു മുറിവിന്റെ പാട്. പെട്ടെന്ന് സൂര്യകാന്തിയുടെ കണ്ണുകൾ വികസിച്ചു. അമ്മോ! സന്തോഷത്തോടെ അവൾ വിളിച്ചു. പുലി ആ വിളി മറന്നില്ലെന്ന് തോന്നി. അതൊന്ന് ചലിച്ചു. പിന്നെ മന്ദം സൂര്യകാന്തിയുടെ അരികിലെത്തി. അവൾ പുലിയെ തടവി. എന്നാലും നീ എന്നെ മറന്നില്ലല്ലോ, എന്നെ തേടി വന്നല്ലോ. അവൾ മുറ്റത്തിരുന്നു. പുലി അവളുടെ മുഖത്ത് നക്കി. അതായിരുന്നു രണ്ടാമത്തെ ഒത്തുചേരൽ. പക്ഷേ ഇപ്പോഴത്തെ വരവിന് വ്യത്യാസമുണ്ട്. ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചു സമയം സൂര്യകാന്തിയോടൊപ്പം ചിലവഴിച്ചിട്ട് പുലി കാട്ടിലേക്ക് മടങ്ങും. അടുത്ത ദിവസം വീണ്ടും വരും. പരമശിവയും ഇപ്പോൾ സൂര്യകാന്തിയെ വിലക്കാറില്ല. മറയൂരിൽ അയാൾ തുടങ്ങിയ ഇറച്ചിക്കടയിൽ നിന്ന് മാംസം മിച്ചം പിടിച്ചു കൊണ്ടുവന്ന് പുലിക്ക് കൊടുക്കും. പ്രദേശത്ത് ഒരു പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് ചിലർ തിരിച്ചറിഞ്ഞെങ്കിലും ആരെയും അത് ഉപദ്രവിക്കാത്തതിനാൽ വിഷയങ്ങൾ ഒന്നുമുണ്ടായില്ല. പരമശിവയുടെ വീട്ടിൽ പുലി എത്താറുള്ളതായും ആർക്കും അറിയില്ല. 4-5 വർഷങ്ങളായി അമ്മു ഇങ്ങനെ നിത്യേന വന്നു പോകാൻ തുടങ്ങിയിട്ട്. അല്ല, രണ്ടാളും ഇങ്ങനെ വിശേഷം പറഞ്ഞിരുന്നാൽ മതിയോ? ഇവിടെ ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടാക്കുന്നില്ലേ? പരമശിവയുടെ ചോദ്യം കേട്ട് സൂര്യകാന്തി മിഴികൾ ഉയർത്തി. അവളുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു പുലി. അതിപ്പോൾ പതിവാണ്. ഒരു മനുഷ്യജീവിയോട് എന്ന വണ്ണം പുലിയോട് വിശേഷങ്ങൾ പറഞ്ഞ് അതിന്റെ ശിരസിൽ തടവിക്കൊണ്ടിരിക്കും സൂര്യകാന്തി. അർദ്ധമയക്കത്തിലാണ്ട് പുലി അതെല്ലാം കേട്ടുകൊണ്ട് കിടക്കും. ഇന്നത്തെ വിശേഷങ്ങളും അവൾ അതിനോട് പറഞ്ഞു കഴിഞ്ഞു. ആ സണ്ണിമോൻ കൂടുതൽ ഇടയാൻ വന്നാൽ അയാളെ ഞാൻ സൂത്രത്തിൽ നിന്റെ മുന്നിൽ കൊണ്ടുവരും. നീ കൊന്നാൽ കേസുണ്ടാവത്തില്ലല്ലോ, സൂര്യകാന്തി പറഞ്ഞവസാനിപ്പിച്ചു. തുടർന്ന് പുലിയുടെ ശിരസുയർത്തി തറയിൽ വെച്ചിട്ട് എഴുന്നേറ്റു. അവൾ അടുക്കളപ്പണിയിൽ വ്യാപൃതയായപ്പോൾ പരമശിവ വീടിന് പിന്നിൽ കെട്ടിയിരുന്ന പോത്തുകൾക്ക് പുല്ലും കാടിയും കൊടുക്കാൻ പോയി. തമിഴ്നാട്ടിൽ നിന്ന് ഓരോ ലോഡ് മാടിനെയാണ് ഇറക്കുന്നത്. ദിവസം 1 വീതം കശാപ്പ് ചെയ്യും. മണി 2 ഭക്ഷണം തയ്യാറായി. അച്ഛനും മകളും ഒന്നിച്ചിരുന്ന് കഴിച്ചു. കുറെ നേരം കൂടി കഴിഞ്ഞപ്പോൾ സൂര്യകാന്തിയുടെ അടുത്തെത്തി അനുവാദം തേടുന്നത് പോലെ നിന്നിട്ട് പുലി കാട്ടിലേക്ക് മടങ്ങി. എങ്കിലും ഏറ്റവും അടുത്ത സ്ഥലത്ത് തന്നെ അത് കാണുമെന്ന് സൂര്യകാന്തിക്ക് ഉറപ്പുണ്ടായിരുന്നു. പരമശിവയും അവളും കുറച്ചുനേരം കിടന്നുറങ്ങി. വെളുപ്പിന് എഴുന്നേൽക്കുന്നതിനാൽ അത് പതിവുള്ളതാണ്. സമയം 5 മണി. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കാരണവർ കേശവിന്റെ ക്വാർട്ടേഴ്സ്. മുറ്റത്തേക്ക് ഫോറസ്റ്റ് ജീപ്പ് ഇരച്ചു കയറ്റി നിന്നു. ഡ്രൈവർ സീറ്റിൽ നിന്ന് വലിയൊരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് താങ്ങിപ്പിടിച്ച് ഡ്രൈവർ സണ്ണിമോൻ ഇറങ്ങി. കാരണവർ കേശവ് കാത്തിരിക്കുകയായിരുന്നു. എന്താടോ വൈകിയത്? അയാൾ തിരക്കി. അതോ, ഞാൻ കോവിൽക്കടവിലെ ബിവറേജസ് ഔട്ട്ലെറ്റിലെത്തുമ്പോൾ ഇപ്പുറത്തെ പാലം വരെ നീണ്ട ക്യൂ. നാളെ 1-ാം തീയതി അല്ലേ സാറേ? പോരെങ്കിൽ ഇന്ന് ശനിയാഴ്ചയും. ബാഗ് മേശപ്പുറത്ത് വെച്ചിട്ട് സണ്ണിമോൻ തുടർന്നു. ജനത്തെ കണ്ണുരുട്ടി വിരട്ടി ഒരു വിധത്തിലാ മുന്നിലെത്തിയത്. അയാൾ ബാഗിൽ നിന്ന് 3 ഫുൾ ബോട്ടിൽ ബക്കാടി ഗുവ മദ്യം എടുത്തു വെച്ചു. കാരണവർ ഫ്രിഡ്ജിൽ നിന്ന് മിനറൽ വാട്ടറിന്റെ കുപ്പിയെടുത്തു. 2 ഗ്ലാസുകളും. മദ്യക്കുപ്പി ഉയർത്തി. കൈമുട്ടുകൊണ്ട് അതിന്റെ ചുവട്ടിൽ ഒന്ന് തട്ടിയിട്ട് താറാവിന്റെ കഴുത്ത് പിരിക്കുന്നത് പോലെ അയാൾ അതിന്റെ അടപ്പ് തുറന്നു. സണ്ണിമോൻ കിച്ചണിൽ പോയി വറുത്തു വെച്ചിരുന്ന മാട്ടിറച്ചിയും ചൂടുമാറാതെ കാസറോളിൽ സൂക്ഷിച്ചിരുന്ന ചപ്പാത്തിയും പ്ലേറ്റുകളും എടുത്തുകൊണ്ട് വന്നു. കാരണവർ 2 ഗ്ലാസുകളിലേക്ക് മദ്യം പകർന്നു. അതിനു മീതെ വെള്ളമൊഴിച്ചു. കുടിക്കടോ. ഒരു ഗ്ലാസ് ഉയർത്തിക്കൊണ്ട് അയാൾ നിർദ്ദേശിച്ചു. സണ്ണിമോൻ പരിങ്ങി. സാർ, ഞാൻ. എന്താ, താൻ കുടിക്കത്തില്ലേ? കാരണവർക്ക് ചിരി വന്നു. കുടിക്കും, പക്ഷേ സാറിന്റെ മുന്നിൽ വെച്ച്. പൊല്ല്, അതിലൊന്നും കാര്യമില്ലടോ. എന്റെ മുന്നിൽ വെച്ച് കഴിക്കാതെ താനിത് അപ്പുറത്ത് പോയി നിന്ന് കഴിച്ചെന്നിരിക്കട്ടെ. എന്താ വ്യത്യാസം? 2 ലിക്വർ തന്റെ വയറ്റിലേക്കല്ലേ പോകുന്നത്? സണ്ണിമോന് സന്തോഷമായി.
തനിക്ക് പറ്റിയ റേഞ്ചർ തന്നെ. അയാൾ ഗ്ലാസ് ഉയർത്തി. ചിയേഴ്സ് സാർ പറഞ്ഞതും ഒറ്റപ്പിടിക്ക് മദ്യം അകത്താക്കി. കാരണവർ കേശവ് അല്പം സിപ്പ് ചെയ്തിട്ട് സ്പൂണിൽ മാട്ടിറച്ചിയെടുത്ത് വായിലേക്കിട്ടു. കൊള്ളാം സണ്ണിമോനെ, താൻ നല്ലൊരു കുക്കാണല്ലോ. സണ്ണിമോൻ അഭിമാനത്തോടെ നിന്നു. എന്റെ കുക്കിംഗ് മാത്രമല്ല, ഇറച്ചിയുടെ മേന്മ കൂടിയുണ്ട് സാർ. കാരണവർ തലയാട്ടി. ഇറച്ചി മാത്രമല്ല, ഇറച്ചി വെട്ടുകാരിയും കൊള്ളാം. മിന്നലാട്ടം പോലെ ആ മുഖം കണ്ടുള്ളുവെങ്കിലും ഇപ്പോഴും മനസ്സിൽ നിന്ന് മായുന്നില്ല. എന്തൊരു ഫിഗറാടോ അത്. സണ്ണിമോന്റെ ഉള്ളം ഒന്ന് തുടുത്തു. സാറിന് നോട്ടമുണ്ടോ? ഉണ്ടെങ്കിൽ അയാൾ ഗ്ലാസ് കാലിയാക്കി. നമുക്ക് ശ്രമിച്ചു നോക്കാം. നേരത്തെ ഞാനെന്ന് നോക്കി പരാജയപ്പെട്ടതാ. വിളഞ്ഞ വിത്താ സാറേ അവള്. കാരണവർ അമർത്തി മൂളി. എന്താ അവളുടെ പേര് പറഞ്ഞത്? കാന്തി, സൂര്യകാന്തി. ആ പേര് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ജനാലയിലൂടെ പുറത്തേക്ക് കണ്ണയച്ചു കാരണവർ. മറയൂരിൽ മഞ്ഞ് വ്യാപിക്കുന്നത് കണ്ടു. കാറ്റിൽ പഞ്ഞി തുണ്ടുകൾ കണക്കെ ഹിമകണങ്ങൾ ഒഴുകുന്നു. സണ്ണിമോൻ അടുത്ത പെഗ് പകർന്നു. നമ്മളൊരു മുളക് കഴിക്കുന്നെങ്കിൽ മിനിമം അത് കാന്താരി തന്നെ ആവണം സണ്ണി. അതും പഴുത്തു ചുവന്ന കാന്താരി. മന്ത്രിക്കും പോലെ കാരണവർ കേശവ് ചുണ്ടനക്കി. സണ്ണിമോന്റെ കണ്ണുകൾ തിളങ്ങി. സാറിങ്ങെത്തിയപ്പോഴേക്കും എല്ലാ സർവീസ് ഹിസ്റ്ററിയും മനസ്സിലാക്കിയ അവൾ മോശക്കാരിയാണോ സാറേ? പിന്നെ അതൊക്കെ നാട്ടുകാർ കേൾക്കെ വിളിച്ചു പറയുക. എന്തൊരു അഹങ്കാരമാണെന്ന് ഓർത്തു നോക്കിക്കേ. സണ്ണിമോൻ റേഞ്ചറുടെ വാശി കൂട്ടിക്കൊണ്ടിരുന്നു. അതങ്ങനാ. അവൾക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന എംബോക്കികൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടല്ലോ. ഗ്ലാസുമായി കാരണവർ നിവർന്നിരുന്നു. അവളുടെ അപ്പൻ വേട്ടക്കാരനായിരുന്നെന്ന് സണ്ണി പറഞ്ഞല്ലോ. ആ സ്വഭാവം അവൾക്കുണ്ടോ? ഉണ്ടോന്ന്. ഒരുപാട് മൃഗങ്ങളെ അവളും കൊന്നിട്ടുണ്ട് സാറേ. വേട്ടയുടെ കാര്യത്തിൽ അവിടെ അപ്പനേക്കാൾ മിടുക്കി അമ്മയായിരുന്നു. ആ ഗുണമാ അവൾക്ക് കിട്ടിയിരിക്കുന്നത്. ഗ്ലാസുകൾ പിന്നെയും നിറയുകയും ഒഴിയുകയും ചെയ്തു. കാരണവരും സണ്ണിമോനും നല്ല ഫോമിലായി. തനിക്കറിയാമോ സണ്ണി, ഞാൻ ചവച്ചു തുപ്പിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം ഒരുത്തിയും ഒന്നും പുറത്തു പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അവളുടെയൊക്കെ ഭർത്താക്കന്മാരെ ഇല്ലാത്ത വനം കൊള്ളയുടെ പേര് പറഞ്ഞ് ഞാൻ അകത്താക്കുമെന്ന് അവർക്കറിയാം. ഇവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരുത്തന്റെയും പിന്തുണ നമുക്ക് വേണ്ട. താൻ എന്റെ കൂടെ നിന്നാ മതി. ഈ മറയൂരിലെ മൃഗങ്ങൾ മാത്രമല്ല, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരും നമ്മുടെ കെണിയിൽ വീഴും. കാരണവർ ഒരു സിഗരറ്റ് കത്തിച്ച് പുകയൂതി. എന്തിനും ഞാൻ സാറിന്റെ കൂടെയുണ്ട്. കെണി വയ്ക്കാനും ഇരയെ പിടിക്കാനുമെല്ലാം. സണ്ണിമോൻ ഉറപ്പുകൊടുത്തു. എങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഒരു കെണി ഒരുക്കുന്നു. മനുഷ്യനല്ല, പന്നിക്ക്. രാത്രി ഫോറസ്റ്റ് ജീപ്പ് കുന്നിന്റെ അടിവാരത്തെത്തി. അവിടെ ചതുപ്പുള്ള സ്ഥലവും ചെറിയൊരു തോടുമുണ്ട്. പ്രകൃതി ശാന്തമായിരുന്നു. സണ്ണിമോൻ ഒരു പിക്കാക്സും മൺവെട്ടിയുമായി ഇറങ്ങി. ഇവിടെ കുഴിയെടുക്ക്. ഹെഡ്ലൈറ്റ് തെളിച്ച് ചുറ്റും നോക്കിയിട്ട് കാരണവർ നിർദ്ദേശിച്ചു. സണ്ണിമോൻ 1 മണിക്കൂർ കൊണ്ട് അവിടെ ഒരു കുഴി തീർത്തു. 5 അടി താഴ്ചയും 2 അടി വ്യാസവുമുള്ള വൃത്താകൃതിയിലുള്ള കുഴി. ജീപ്പിന്റെ പിന്നിൽ നിന്ന് 4 അടി ഉയരമുള്ള ഒരു പ്ലാസ്റ്റിക് വീപ്പ ഇരുവരും ചേർന്ന് പുറത്തെടുത്തു. അത് കുഴിയിലേക്ക് താഴ്ത്തി. ചുറ്റും മണ്ണിട്ട് ഫില്ല് ചെയ്തു. ബക്കറ്റ് ഉപയോഗിച്ച് തോട്ടിൽ നിന്ന് കോരിയ വെള്ളം വീപ്പയുടെ പകുതിയോളം നിറച്ചു. തുടർന്ന് ജീപ്പിൽ കരുതിയിരുന്ന 2 പൈനാപ്പിളും കത്തിയും കാരണവർ എടുത്തു. പൈനാപ്പിൾ 4-5 കഷ്ണങ്ങളാക്കി വീപ്പയിൽ നിക്ഷേപിച്ചു. പിന്നെ തോട്ടിലെ വെള്ളത്തിൽ കൈ കഴുകി. ഇനി പോയേക്കാം. ഇടയ്ക്കിടെ രഹസ്യമായി വേണം ഇവിടെ വന്ന് പരിശോധിക്കാൻ. ചിറ്റാറിൽ സ്ഥിരമായി ഞാൻ ചെയ്തിരുന്ന പണിയാ ഇത്. അടക്കത്തിൽ പറഞ്ഞിട്ട് കാരണവർ കേശവ് ജീപ്പിൽ കയറി. ഡ്രൈവർ സീറ്റിൽ സണ്ണിമോനും. കനത്ത കോടമഞ്ഞിനെ ഇരുവശത്തേക്കും വകഞ്ഞുമാറ്റി ജീപ്പ് കുത്തനെയുള്ള കയറ്റം കയറി തുടങ്ങി. പെട്ടെന്ന് സണ്ണിമോൻ കൈ ചൂണ്ടി. സാറേ, അത് കണ്ടോ? കാരണവർ മുന്നോട്ട് സൂക്ഷിച്ചു നോക്കി. അയാളുടെ കണ്ണുകൾ വികസിച്ചു. അധ്യായം 3. വണ്ടി നിർത്തൂ സണ്ണിമോനെ, കാരണവർ കേശവ് പറഞ്ഞു. സണ്ണിമോൻ ജീപ്പിന്റെ ബ്രേക്ക് പെഡലിൽ കാൽ ആഞ്ഞമർത്തി. ജീപ്പ് നിന്നു. കാരണവർ കേശവ് മുന്നോട്ട് തള്ളിയിരുന്ന് പുറത്തേക്ക് നോക്കി. അപ്പോൾ മഞ്ഞിനിടയിലൂടെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ കണ്ടു റോഡിന് കുറുകെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പെരുമ്പാമ്പ്. 10-30 കിലോയിൽ കുറയില്ല. കാരണവർ മന്ത്രിച്ചു. നമുക്കിതിനെ പിടിച്ചാലോ സണ്ണി? സണ്ണിമോൻ റേഞ്ചർക്ക് നേരെ മുഖം തിരിച്ചു. എന്നിട്ട് എന്തിനാ സാറേ? കാരണവർ ചിരിച്ചു. താൻ പെരുമ്പാമ്പിന്റെ ഇറച്ചി തിന്നിട്ടില്ലേ? ഇല്ല സാർ. പിന്നെന്തിനാടോ ഫോറസ്റ്റ് ജോലിക്കാരനെന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? കാരണവർ പുറത്തേക്ക് ചാടി. ജീപ്പിൽ ചാക്കുണ്ടല്ലോ, എടുത്തോ പറഞ്ഞിട്ട് അയാൾ പാമ്പിന് നേർക്ക് കുതിച്ചു. സണ്ണിമോൻ ഗിയറിലിട്ടുകൊണ്ട് തന്നെ ജീപ്പിന്റെ എഞ്ചിൻ ഓഫാക്കി. പിന്നെ ഹെഡ്ലൈറ്റുകൾ അണയ്ക്കാതെ ഇറങ്ങി. പിന്നോട്ട് നിരങ്ങിപ്പോയാൽ അടിവാരത്ത് എത്തിയത് തന്നെ.
ജീപ്പിന് പിന്നിൽ ചാക്കുണ്ടായിരുന്നു. ഒരെണ്ണം സണ്ണിമോൻ വലിച്ചെടുത്തു. കാരണവർ കേശവ് അടുത്തു ചെന്നപ്പോഴേക്കും പാമ്പിന്റെ മുക്കാൽ ഭാഗവും തൊട്ടപ്പുറത്തെ എലിഫന്റ് ഗ്രാസിനുള്ളിൽ കടന്നിരുന്നു. മിന്നൽ വേഗത്തിൽ റേഞ്ചർ അതിന്റെ വാലിൽ പിടിച്ച് ശക്തമായി ഒന്ന് വെട്ടിച്ചിട്ട് പിന്നിലേക്ക് വലിച്ചു. പാമ്പ് വളഞ്ഞു വീശി തിരിഞ്ഞു. ആ ക്ഷണം അയാൾ അതിന്റെ കഴുത്തിൽ പിടിമുറുക്കി. പിന്നെ പൊക്കിയെടുത്തു. സണ്ണിമോൻ ചാക്കിന്റെ വായ്ഭാഗം തുറന്നു പിടിച്ചു. കാരണവർ കേശവ് അതിനെ ചാക്കിനുള്ളിലേക്കിട്ടു. 40 കിലോയിൽ കുറയില്ല, അയാൾ മന്ത്രിച്ചു. എലിഫന്റ് ഗ്രാസ് എന്ന നീളൻ പുല്ല് വലിച്ചു പറിച്ച് കൂട്ടിപ്പിരിച്ച് ചാക്കിന്റെ മൂടി കെട്ടി. എടുത്ത് പുറകിലിട്ടോ, സണ്ണിമോനോട് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ കാരണവർ ജീപ്പിൽ തിരിച്ചു കയറി. സണ്ണിമോൻ പാമ്പണങ്ങിയ ചാക്ക് ജീപ്പിന്റെ പുറകിലേക്കിട്ടു. എന്നിട്ട് ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതും ഒരാൾ ജീപ്പിന് പിന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ബ്രേക്ക് ലൈറ്റ് ഇല്ലാത്ത ജീപ്പായതിനാൽ ആരും അത് കണ്ടില്ല. പുറകിലെത്തിയ ആൾ ശബ്ദം കേൾപ്പിക്കാതെ ബാക്ക് ഡോറിന്റെ ഹാൻഡിൽ തിരിച്ചു. ആ സെക്കൻഡിൽ തന്നെയാണ് ജീപ്പ് സ്റ്റാർട്ടായതും. അതുകൊണ്ട് ഡോർ തുറന്നതോ പാമ്പണങ്ങിയ ചാക്ക് പുറത്തേക്ക് വലിച്ചിട്ടതോ റേഞ്ചറോ ഡ്രൈവറോ അറിഞ്ഞില്ല. ജീപ്പ് കയറ്റം കയറിക്കൊണ്ടിരുന്നു. നിറയെ കല്ലുകൾ, ഉയർന്നു നിൽക്കുന്ന റോഡ്. അതിനിടയിലൂടെ പോകുന്നതിനാൽ തുറന്നു കിടക്കുന്ന ബാക്ക് ഡോറിന്റെ ശബ്ദവും അവർക്ക് മനസ്സിലായില്ല. ചില ഭാഗത്തു നിന്നും തകിടുകൾ കുലുങ്ങുന്നതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ജീപ്പ് കയറ്റം കയറി പോകുന്നത് ചാക്ക് പുറത്തേക്ക് വലിച്ചിട്ടയാൾ നോക്കി നിൽക്കുകയായിരുന്നു. വണ്ടി കണ്ണിൽ നിന്ന് മറഞ്ഞതും ചാക്കിന്റെ മോടിയഴിച്ച് പാമ്പിനെ കുറ്റിക്കാട്ടിലേക്ക് കുടഞ്ഞു വിട്ടു. നിന്നെ അങ്ങനെ ഇപ്പോൾ അവന്മാർ തിന്നണ്ട. അതൊരു പെൺശബ്ദമായിരുന്നു. സൂര്യകാന്തി. കയ്യിലിരുന്ന ഇരട്ടക്കുഴൽ തോക്ക് തോളിലേക്ക് വെച്ച് ഹെഡ്ലൈറ്റ് തെളിച്ച് അവൾ മറ്റൊരു വഴിക്ക് പോയി. യാദൃച്ഛികമായിട്ടാണ് അവിടേക്കൊരു ജീപ്പ് വരുന്നത് സൂര്യകാന്തി കണ്ടത്. സംശയം തോന്നിയപ്പോൾ പിന്നാലെ എത്തുകയായിരുന്നു. ജീപ്പ് കയറ്റം കയറി ടാർ റോഡിലെത്തിയപ്പോൾ സണ്ണിമോൻ വീണ്ടും റേഞ്ചറോട് പറഞ്ഞു, എന്നാലും ഈ പാമ്പിനെ നമ്മൾ എടോ. കാരണവർ കേശവ് അയാൾക്ക് അഭിമുഖമായി സീറ്റിൽ ചാഞ്ഞിരുന്നു. പാമ്പിറച്ചി താൻ ശരിക്കും ഇതുവരെ കഴിച്ചിട്ടില്ലേ? ഇല്ല സാർ. അതെന്താടോ? അല്ല, അതിനെ കണ്ടതിന് ശേഷം കഴിച്ചാൽ ഒരുമാതിരി. അത് കേട്ട് കാരണവർ ഉറക്കെ ചിരിച്ചു. എടോ, എനിക്ക് തോന്നുന്നത് മറ്റു ഏതിറച്ചയേക്കാളും രുചി പാമ്പിറച്ചിക്കാണെന്നാ. ഹാ, തന്നെ കൊണ്ടിത് ശരിയാക്കാൻ പറ്റുമോ? അത് പിന്നെ സാർ. സണ്ണിമോൻ പരിങ്ങി. എന്നിട്ട് പറഞ്ഞു, അതിന് പറ്റിയ ഒരാളുണ്ട്, നമുക്ക് വിശ്വസിക്കാവുന്ന ആളാ. ആരാ? കാരണവരുടെ കണ്ണുകൾ തിളങ്ങി. നിശാചരൻ ഭൈരവമൂർത്തി. നിശാചരനോ? അവനെന്താ പകൽ പുറത്തിറങ്ങില്ലേ? കാരണവർ നെറ്റിച്ചൊളിച്ചു. ഇല്ല സാർ, പകൽ പുറത്തിറങ്ങിയാൽ കുരങ്ങുകൾ അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കും. കാരണവർക്ക് അത് പുതിയ അറിവായിരുന്നു. അതെന്താ? അയാൾ അത്ഭുതപ്പെട്ടു. അത് മാത്രം ആർക്കും അറിയില്ല. ഒരു പക്ഷേ ഭൈരവമൂർത്തി കുരങ്ങുകളെ ഉപദ്രവിച്ചിരിക്കാം. എന്തായാലും പകൽ നേരത്ത് പുറത്തിറങ്ങിയാൽ അയാളുടെ കാര്യം പോക്ക. അതുകൊണ്ട് സഞ്ചാരമൊക്കെ രാത്രിയില. അങ്ങനെ ജനം നൽകിയ പേരാ നിശാചരൻ. വേഗത കുറയ്ക്കാതെ ഒരു വളവ് വീശിയെടുത്തുകൊണ്ട് സണ്ണിമോൻ തുടർന്നു. പക്ഷേ ആള് ഭയങ്കര കുക്ക. പാളപ്പെട്ടി ST കോളനിക്കടുത്ത വീട്. കോളനിക്കാരുമായി വലിയ ബന്ധമൊന്നുമില്ല. അകന്നുമാറി ഒരു ചരിവില താമസം. നിശാചരനും ഭാര്യയും മാത്രമേ അവിടെയുള്ളൂ. കാരണവർ കേശവ് അമർത്തി മൂളി. എന്നാൽ വണ്ടി അങ്ങോട്ട് വിട്ടോ? പക്ഷേ അയാൾ അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല സാർ. പോയി നോക്കാം. റേഞ്ചർ ഒരു സിഗരറ്റ് കത്തിച്ച് പുകയൂതി. കരിമ്പിൻ തോട്ടത്തിന് നടുവിലൂടെയുള്ള റോഡ് വഴി മഞ്ഞിൽ ഒരു തുരങ്കം സൃഷ്ടിച്ച് ജീപ്പ് ഓടിക്കൊണ്ടിരുന്നു. അരമണിക്കൂർ. കൃഷിയിടങ്ങൾ പിന്നിട്ട് ഇരുവശത്തും ഗ്രാൻഡിസ് മരങ്ങൾ നിറഞ്ഞ ചതുപ്പ് പോലെയുള്ള വഴിയിലൂടെ ഓടിയ ജീപ്പ് ആടിക്കുലുങ്ങി ഭൈരവമൂർത്തിയുടെ മുറ്റത്തേക്ക് കയറി നിന്നു. തകര ഷീറ്റ് പാകിയ മേൽക്കൂരയുള്ള ഒരു കൊച്ചു വീട്. പുറത്ത് ഒരു ലൈറ്റ് തെളിഞ്ഞു നിൽപ്പുണ്ട്. റേഞ്ചറെ ഒന്ന് നോക്കിയ ശേഷം സണ്ണിമോൻ ഇറങ്ങി വാതിലിൽ തട്ടി. മൂർത്തി, ഭൈരവമൂർത്തി. ആരാ? അകത്തുനിന്ന് ഒരു പരുക്കൻ ചോദ്യം കേട്ടു. ഞാനാടാ, ഫോറസ്റ്റീന്ന്. പെട്ടെന്ന് അകത്ത് ലൈറ്റ് തെളിയുകയും വാതിൽ തുറക്കപ്പെടുകയും ചെയ്തു. ഭൈരവമൂർത്തി ഇറങ്ങി വന്നു. 6 അടി ഉയരമുള്ള ഒരു ബലിഷ്ഠകായൻ. അലസമായി ചിതറിക്കിടക്കുന്ന മുടി, അല്പം നീണ്ട ചെമ്പൻ താടി. അരയിൽ ഒരു ലുങ്കി മാത്രമേയുള്ളൂ. ആഹാ, സാറായിരുന്നോ? അയാൾ പുകയില കറ പിടിച്ച പല്ല് കാട്ടി ചിരിച്ചു വിനയത്തോടെ. ഞാൻ മാത്രമല്ല, പുതിയ റേഞ്ചർ സാറുമുണ്ട്. സണ്ണിമോൻ പറഞ്ഞപ്പോൾ കാരണവർ കേശവും ഇറങ്ങിച്ചെന്നു. ഭൈരവമൂർത്തി അയാളെ തൊഴുതു. സാറന്മാരെന്താ രാത്രിയില്? സണ്ണിമോൻ മറുപടി പറയാൻ ഭാവിക്കുമ്പോൾ വാതിൽക്കൽ ഒരു ചലനം. റേഞ്ചറും സണ്ണിമോനും അങ്ങോട്ട് നോക്കി. ഇരുനിറമുള്ള ഒരു സ്ത്രീ. ലുങ്കിയും ബ്ലൗസും മാത്രമാണ് വേഷം. റേഞ്ചറുടെ കണ്ണുകൾ ഒരു മാത്ര അവളുടെ വിടർന്ന കണ്ണുകളിലും തടിച്ചു മലർന്ന ചുണ്ടുകളിലും നിറമാറുകളിലും തെന്നി നീങ്ങി. അത് കണ്ട് കൂസലില്ലാതെ അവൾ ചിരിച്ചു. എന്നിട്ട് അഴിഞ്ഞുകിടന്ന മുടി പിന്നിലേക്ക് വാരിക്കെട്ടി.
മൂർത്തിയുടെ ഭാര്യ ആമ്പൽ. സണ്ണിമോൻ അവളെ റേഞ്ചർക്ക് പരിചയപ്പെടുത്തി. എന്നിട്ട് മൂർത്തിയോട് പറഞ്ഞു, ജീപ്പിന്റെ പുറകിൽ ഒരു സാധനം കിടപ്പുണ്ട്, നീ ഇങ്ങെടുക്ക്. ഭൈരവമൂർത്തി ജീപ്പിന് പുറകിലേക്ക് ചെന്നു. എന്തു സാധനമാ സാറേ? ആ ചാക്കുകെട്ട്. ചാക്കുകെട്ടോ? എവിടെ? മൂർത്തിയുടെ ചോദ്യം കേട്ട് സണ്ണിമോനും അങ്ങോട്ടെത്തി. അവിടം ശൂന്യമാണെന്നത് കണ്ട് അയാളും അന്താളിച്ചു. സാറേ, അത് കാണാനില്ല, സണ്ണിമോൻ വിളിച്ചു പറഞ്ഞു. റേഞ്ചറുടെ പുരികം ചുളിഞ്ഞു. മൂർത്തി ജീപ്പിന്റെ ബാക്ക് ഡോർ വലിച്ചടച്ചു. ഛേ! കാരണവർ കേശവ് കൈ ചുരുട്ടി ജീപ്പിന്റെ ബോണറ്റിൽ ഇടിച്ചു. ഞാനൊന്ന് പോയി നോക്കാം സാറേ, മൂർത്തിയും കൂട്ടാം. സണ്ണിമോൻ അനുവാദം തേടി. വേണ്ട, പോയത് പോട്ടെ. അയാൾ പിന്തിരിഞ്ഞു. വല്ലതും ഇരിപ്പുണ്ടോടാ? സണ്ണിമോൻ മൂർത്തിയെ നോക്കി. അയാൾ റേഞ്ചറെയും. പേടിക്കണ്ട, നമ്മുടെ സാറാ, സണ്ണിമോൻ പറഞ്ഞു. നല്ല വാറ്റുണ്ട് സാർ, ഉണക്ക മാനിറച്ചിയും കുറച്ച് കാണും. മതി, എന്നാൽ എടുക്ക്. പറഞ്ഞത് റേഞ്ചറാണ്. അകത്തോട്ടിരിക്കാം സാറന്മാരെ. മൂർത്തി ഇരുവരെയും വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് ഭാര്യയ്ക്ക് നേരെ തിരിഞ്ഞു. ഇറച്ചി ചുട്ടെടുക്കടി. കടക്കണ്ണുകളിൽ റേഞ്ചറെ അടിമുടി ഒന്നളന്നിട്ട് ആമ്പൽ അടുക്കളയിലേക്ക് പോയി. ഒഴിച്ചുവെച്ച വാറ്റു ചാരായത്തിന്റെ ഗന്ധം ഗ്ലാസിൽ നിന്ന് വമിയുമ്പോൾ അടുക്കളയിൽ നിന്ന് ചുട്ട മാനിറച്ചിയുടെ ഗന്ധവും വന്നു തുടങ്ങി. അടുത്ത ദിവസം വൈകിട്ട് കാരണവർ കേശവ് സണ്ണിമോനോട് പറഞ്ഞു, നാളെ പുലർച്ചെ അടിവാരത്ത് പോയി നമ്മൾ വെച്ച വീപ്പ നോക്കണം. മിക്കവാറും അതിനുള്ളിൽ പന്നി കാണും. നീ അതിനെ കൊണ്ടുപോയി ഭൈരവമൂർത്തിയെ ഏൽപ്പിക്കണം. വൈകിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. സണ്ണിമോൻ തലയാട്ടിക്കൊണ്ട് ഒന്ന് ചിരിച്ചു. സാറിന് ആമ്പൽപ്പൂവ് ഇഷ്ടമായെന്ന് തോന്നുന്നല്ലോ. പോടോ, റേഞ്ചറും ചിരിച്ചു. പിറ്റേന്ന് പുലർച്ചെ സണ്ണിമോൻ കെണിയൊരുക്കി വെച്ചിരുന്ന താഴ്വാരത്തെത്തി. ചുളിഞ്ഞ നെറ്റിയോടെ അയാൾ ചുറ്റും നോക്കി. വീപ്പ കാണാനില്ല. പെട്ടെന്ന് കുറെ കല്ലുകൾ നിരത്തിയിരിക്കുന്ന ഭാഗത്ത് അയാളുടെ കണ്ണുടക്കി. സംശയത്തോടെ അയാൾ ആ കല്ലുകൾ മാറ്റി നോക്കി. അപ്പോൾ വീപ്പ തെളിഞ്ഞു കണ്ടു. വീപ്പയ്ക്കുള്ളിൽ കല്ലുകൾ നിറച്ചിരിക്കുന്നു. തങ്ങളുടെ പ്രവൃത്തികൾ ആരോ കൃത്യമായി നിരീക്ഷിച്ചിരുന്നെന്ന് അയാൾക്കുറപ്പായി. റേഞ്ചറോട് വിവരം പറയാൻ അയാൾ തിടുക്കത്തിൽ ജീപ്പിലേക്ക് കയറി. 3 ദിവസം പിന്നിട്ടു. വ്യാപാരത്തിന് ശേഷം വീട്ടിലേക്ക് പോകാൻ ഇറച്ചിക്കടയിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയായിരുന്നു സൂര്യകാന്തിയും പരമശിവയും. പൊടുന്നനെ അവർക്ക് മുന്നിൽ ഫോറസ്റ്റിന്റെ ജീപ്പ് വന്നു നിന്നു. സൂര്യകാന്തി നെറ്റിച്ചുളിച്ചു നോക്കി. ഡ്രൈവർ സീറ്റിൽ സണ്ണിമോൻ. മറ്റാരും വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. ഇറച്ചി തീർന്നോ കാന്തി? തലനീട്ടി സണ്ണിമോൻ തിരക്കി. തീർന്നു. അവൾ അയാളിൽ നിന്ന് നോട്ടം മാറ്റി. റേഞ്ചർ സാറിന് അത്യാവശ്യമായി കുറച്ച് ബീഫ് വേണം. നിന്റെ കയ്യിലിരിക്കുന്ന ബക്കറ്റിലെന്താ? സൂര്യകാന്തി പെട്ടെന്ന് ബക്കറ്റ് ഓട്ടോയിലേക്ക് വെച്ചു. ഇറച്ചി തീർന്നെന്ന് പറഞ്ഞില്ലേ? വിശ്വാസം വരാതെ സണ്ണിമോൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്നു. ബക്കറ്റ് മൂടിയിരുന്ന പ്ലാസ്റ്റിക് ചാക്ക് അയാൾ എടുത്തു മാറ്റി. അതിനുള്ളിൽ ഇറച്ചി കണ്ട് അയാളുടെ കണ്ണുകൾ കുറുകി. അതിലേക്കും അവളുടെ മുഖത്തേക്കും സണ്ണിമോൻ മാറി മാറി നോക്കി. ഈ സാധനത്തിന്റെ പേര് ഇറച്ചി എന്നല്ലേടി? വേഗമെടുത്ത് അരിഞ്ഞുതാ. അയാൾ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുകി. സൂര്യകാന്തി പതറി. ഇയാൾക്ക് ഇറച്ചി കൊടുത്താൽ അമ്മോ പട്ടിണിയാകും. പാവം, ഇപ്പോൾ തന്നെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാവും. അവളുടെ മനോവ്യാപാരം പരമശിവ തിരിച്ചറിഞ്ഞു. സാറേ, ഇത് നേരത്തെ ഒരാൾക്ക് പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന ഇറച്ചിയാ. പണവും തന്നതാ. അപ്പോ പിന്നെ ഇത് തന്നാൽ? അയാൾ സണ്ണിമോനെ അറിയിച്ചു. പരമശിവ പൂർത്തിയാക്കാൻ സണ്ണിമോൻ സമ്മതിച്ചില്ല. ഏതവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇറച്ചി നാളെ കൊടുത്താൽ മതി. ഇത് റേഞ്ചർ സാറിനെ വേണം. പെട്ടെന്ന് അരിഞ്ഞു താടി. ചന്തയിലുണ്ടായിരുന്നവർ അങ്ങിങ്ങ് നിന്ന് ശ്രദ്ധിച്ചു. പറ്റത്തില്ല സാറേ, സൂര്യകാന്തി തീർത്തു പറഞ്ഞു. ഇറച്ചി വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ചിക്കൻ വാങ്ങാമല്ലോ. മാത്രമല്ല, പാമ്പിനെയും പന്നിയെയുമാണല്ലോ റേഞ്ചർ സാറിന് കൂടുതൽ ഇഷ്ടവും. അത് കേട്ടതും സണ്ണിമോന്റെ തലച്ചോറിൽ ഒരു മിന്നലുണ്ടായി. പാമ്പ്, പന്നി? അപ്പോൾ പണി പറ്റിച്ചത് നീയായിരുന്നു അല്ലേടി? ചോദിച്ചതും അയാൾ കൈവീശി ഒറ്റയടി. അച്ഛാ! നിലവിളിച്ചുകൊണ്ട് സൂര്യകാന്തി ഒന്ന് വട്ടം കറങ്ങി പരമശിവയിൽ ചെന്നിടിച്ചു. ഇരുവരും ഒന്നിച്ച് നിലത്തേക്ക് വീണു. അധ്യായം 4. കണ്ടു നിന്നിരുന്ന ആളുകളുടെ തൊണ്ടയിൽ വിലാപം കുരുങ്ങി. നായിന്റെ മോളെ. തറയിൽ കിടക്കുന്ന സൂര്യകാന്തിയെയും പരമശിവയെയും നോക്കി ഫോറസ്റ്റ് ഡ്രൈവർ സണ്ണിമോൻ അട്ടഹസിച്ചു. നിനക്കിത്തിരി അഹങ്കാരം കൂടുതലാണെന്ന് എനിക്കറിയാമടി. പക്ഷേ അത് ഫോറസ്റ്റുകാരോട് വേണ്ട. അയാൾ സൂര്യകാന്തിക്ക് നേരെ കൈ ചൂണ്ടി. ഞങ്ങള് പലതും ചെയ്തെന്നിരിക്കും. അതിന്റെ പിന്നാലെ വരാനും ഞങ്ങളുടെ പദ്ധതികൾ തകർക്കാനും നിനക്കാരാടി അധികാരം തന്നത്? കവിളിൽ തടവിക്കൊണ്ട് സൂര്യകാന്തി എഴുന്നേറ്റു. അവളുടെ കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങി. ചന്തയിലുണ്ടായിരുന്നവർ അപ്പോഴേക്കും അവർക്ക് ചുറ്റും ഒരു വലയം തീർത്തിരുന്നു.
എല്ലാവരെയും പരിഹസിക്കും വിധം സണ്ണിമോൻ ചുറ്റും ഒന്ന് കണ്ണയച്ചു. സൂര്യകാന്തി പരമശിവയെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. അയാളുടെ വലതു കൈമുട്ടിൽ നിന്ന് ചോര പൊടിയുവാൻ തുടങ്ങിയിരുന്നു. കയ്യിലിരുന്ന പണപ്പെട്ടി തറയിൽ വീണ് അടപ്പ് മാറി നോട്ടുകൾ ചുറ്റും ചിതറിക്കിടക്കുന്നു. പരമശിവ ദയനീയമായി സണ്ണിമോനെ ഒന്ന് നോക്കി. പിന്നെ തറയിലിരുന്ന് നോട്ടുകൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി. അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നത് സൂര്യകാന്തി കണ്ടു. രോഷം കൊണ്ട് നീറിപ്പുകഞ്ഞ അവൾ സണ്ണിമോന്റെ നേരെ കയർത്തു. സാറെന്താ ഈ ചെയ്തത്? പാമ്പിനെയും പന്നിയെയും പിടിക്കാൻ സാറന്മാർക്ക് ആരാ അധികാരം തന്നത്? നിന്റെ തന്ത. അയാൾ പല്ലിളിച്ചു. വേണ്ടി വന്നാൽ ഇനിയും ഞങ്ങളത് ചെയ്യുമടി. നീയാരാ ചോദിക്കാൻ? അത് നടക്കത്തില്ല സാറേ. വനസമ്പത്ത് കാത്തു സൂക്ഷിക്കാൻ ഈ നാട്ടിലെ ഓരോ പൗരനും കടമയുണ്ട്. ആ തിരിച്ചറിവുണ്ടായ ശേഷം ഞാനോ അച്ഛനോ ഒരു മൃഗത്തെ പോലും വേട്ടയാടിയിട്ടില്ല. ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ഉണ്ടാവാൻ സമ്മതിക്കത്തുമില്ല. വികാര വിക്ഷോഭം കാരണം അവളുടെ നെഞ്ചിടം ക്രമാതീതമായി ഉയർന്നു താണു. ചുറ്റും കൂടിയ ആളുകൾക്ക് സണ്ണിമോന്റെ പ്രവൃത്തി ഒട്ടും രസിച്ചില്ല. അവരുടെ രോഷം വാക്കുകളായി പുറത്തു വന്നു. സണ്ണി സാർ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല. ആദ്യം പറഞ്ഞത് പഴക്കടക്കാരൻ സുന്ദരനാണ്. താനിതിൽ ഇടപെടേണ്ട. സണ്ണിമോന്റെ ദേഷ്യം അയാളോടായി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സാറേ? പച്ചക്കറി കച്ചവടക്കാരി മറിയാമ്മ ഏറ്റുപിടിച്ചു. ഒരു പെണ്ണിനെയാ സാറ് കൈവച്ചിരിക്കുന്നത്. ദേ തള്ളേ, നിങ്ങളുടെ പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല. സണ്ണിമോൻ അവർക്ക് നേരെ കൈ ഓങ്ങി. അതോടെ കുറെ കാലമായി മനസ്സിൽ അടക്കി വെച്ചിരുന്ന ജനത്തിന്റെ രോഷം ഇരട്ടിച്ചു. സാറേ, നിങ്ങളുടെ തോന്നിയാസങ്ങൾ കണ്ടിട്ടും പലപ്പോഴും ഞങ്ങള് മിണ്ടാതെ നിന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ കഴിവുകേടാണെന്ന് കരുതല്ലേ. മുട്ടക്കച്ചവടം നടത്തുന്ന വേലുവാശാൻ രണ്ടടി മുന്നോട്ട് വന്നു. സണ്ണിമോന് പന്തികേട് മണത്തു. എങ്കിലും പരാജയം സമ്മതിക്കാൻ അയാൾക്കായില്ല. വീണ്ടും അയാൾ സൂര്യകാന്തിയെ ഭീഷണിപ്പെടുത്തി. ഇന്ന് നിന്റെ അവസാനത്തെ കച്ചവടമായിരുന്നടി ഇവിടെ. ഇനി മറയൂർ ചന്തയിൽ നീ കാലുകുത്തത്തില്ല. സണ്ണിമോന പറയുന്നത്. സൂര്യകാന്തിയുടെ സകല ക്ഷമയും നശിച്ചു. ഒറ്റക്കുതിപ്പിന് അവൾ തന്റെ പെട്ടിയോട്ടോയിൽ നിന്ന് ഇറച്ചിയറക്കുന്ന ഇരുതല മൂർച്ചയുള്ള കത്തി വലിച്ചെടുത്തു. സണ്ണിമോനെ ചലിക്കാൻ കഴിയും മുമ്പ് അവൾ അയാളുടെ നെഞ്ചിൽ കൈകുത്തി പിന്നിലേക്ക് തള്ളി. സണ്ണിമോൻ ജീപ്പിലേക്ക് ചേർന്നമർന്നു പോയി. അടുത്ത നിമിഷം സൂര്യകാന്തി അയാളുടെ കഴുത്തിന് കുറുകെ കത്തി അമർത്തി. എന്നിട്ട് ഗർജിച്ചു. മാടിനെ മാത്രമല്ലടോ, മനുഷ്യന്റെ പിടലി കണ്ടിക്കാനും ഈ കത്തി ഉപയോഗിക്കും ഞാൻ. സണ്ണിമോൻ മാത്രമല്ല, കണ്ടുനിന്നവരും നടുങ്ങി. താടിക്കടിയിൽ സണ്ണിമോന് ഒരു തണുപ്പനുഭവപ്പെട്ടു. ഒപ്പം മാടിന്റെ പച്ചച്ചോരയുടെ ഗന്ധവും. മോളെ! പരമശിവയുടെ ഭീതിയോടെയുള്ള വിളി. പക്ഷേ കത്തി മാറ്റിയില്ല സൂര്യകാന്തി. കടിച്ചു പിടിച്ച അവളുടെ പല്ലുകൾക്കിടയിലൂടെ ഒരു വികൃത ശബ്ദം പുറത്തു വന്നു. സണ്ണി സാറേ, ഫോറസ്റ്റുകാരില്ല, പഞ്ചായത്താ ഇവിടെ കട നടത്താനുള്ള ലൈസൻസ് എനിക്ക് തന്നത്. പിന്നെ നിങ്ങളെപ്പോലെയുള്ള ഒരു വിടനെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ടി വന്നാൽ അതിനും മടിക്കില്ല സൂര്യകാന്തി. മനുഷ്യന്റെ ക്ഷമയ്ക്കും ഒരതിരുണ്ട്. ഇനി താനെന്നെ ദ്രോഹിക്കാൻ വന്നാൽ മാട്ടിറച്ചിക്ക് പകരം തന്നെ വെട്ടിമുറിച്ച് ഞാൻ ഈ കടയിൽ കെട്ടിത്തൂക്കും. അവൾ കത്തി മാറ്റി. അപ്പോഴാണ് സണ്ണിമോന് ശ്വാസം നേരെ വീണത്. അയാൾ അറിയാതെ കഴുത്തിൽ തടവി. പിന്നെ ഒന്നും പറയാതെ ജീപ്പിൽ കയറി. എഞ്ചിൻ മുരണ്ടപ്പോൾ ജനം അകന്നു മാറി. അവർക്കിടയിലൂടെ ജീപ്പ് പാഞ്ഞുപോയി. കണക്കായിപ്പോയി മോളെ നീ ആ ചെയ്തത്. ആരും എതിർത്ത് ഒരക്ഷരം പറയാതിരുന്നതാ അയാളുടെ അഹങ്കാരത്തിന് കാരണം. സൂര്യകാന്തി ഒന്ന് മോളി. സണ്ണിമോൻ പകവീട്ടാൻ അവസരം കാത്തിരിക്കുമെന്ന് അവൾക്കുറപ്പുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ചുറ്റും നിന്നവർ കൂടി ആലോചിച്ചു. പോലീസിൽ പരാതി കൊടുക്കണം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഒരുത്തനും ഒന്നും ചെയ്യത്തില്ല. അവൻ കൈവച്ചത് ഒരു പെണ്ണിന്റെ ശരീരത്തായതിനാൽ കേസിന് ബലം കൂടും. അതൊക്കെ വേണോ? പിന്നെ അത് പൊല്ലാപ്പാകില്ലേ? പരമശിവയ്ക്ക് നല്ല ഭയമുണ്ട്. വേണം ശിവേട്ട. ശബ്ദം കേട്ടിടത്തേക്ക് എല്ലാവരും തിരിഞ്ഞു. ജീപ്പ് ഡ്രൈവർ രാമസ്വാമി മറയൂർ ടൗണിലെ ടാക്സി തൊഴിലാളിയാണ്. ചുറുചുറുക്കും തന്റെ ഇടവുമുള്ള ചെറുപ്പക്കാരൻ. നമ്മൾ എല്ലാവരും കൂടി പോയി വേണം സിഐക്ക് പരാതി കൊടുക്കാൻ, അവൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ചേർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി. സിഐ സ്ഥലത്തുണ്ടായിരുന്നു. അവർ പരാതി എഴുതി നൽകി. അതൊന്ന് ഓടിച്ചു വായിച്ചിട്ട് സിഐ ചിരിച്ചു. ഇങ്ങനെയൊരു കംപ്ലൈന്റ് കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു ഞാനും. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ ഒരു സംഗതി. സിഐ സത്യനാഥ് സൂര്യകാന്തിക്ക് നേരെ തിരിഞ്ഞു. സണ്ണിമോനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് വമ്പന്മാരുണ്ടിവിടെ. പരാതി പിൻവലിക്കാൻ നല്ല പ്രഷർ ഉണ്ടായേക്കും. അപ്പോൾ കാലുമാറിയേക്കരുത്. ഇല്ല സാർ. ദൃഢമായിരുന്നു അവളുടെ സ്വരം. എന്നാൽ എല്ലാം കേട്ടുകൊണ്ട് നിന്നിരുന്ന ഒരു സിവിൽ പോലീസ് ഓഫീസർ മുറ്റത്തേക്കിറങ്ങി.
വലിയ പുളിമരച്ചുവട്ടിൽ നിന്നുകൊണ്ട് അയാൾ സെൽഫോണിൽ സണ്ണിമോന് കോൾ ചെയ്തു. അങ്ങനെ സൂര്യകാന്തി പരാതി കൊടുത്ത കാര്യം സണ്ണിമോൻ അപ്പോൾ തന്നെ അറിഞ്ഞു. തിടുക്കത്തിൽ അയാൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കാരണവർ കേശവിന്റെ ഓഫീസിലെത്തി. സാർ, എന്താടോ? കാരണവർ നേർത്ത ചിരിയോടെ സണ്ണിമോനെ നോക്കി. ഇന്നെങ്കിലും നമുക്ക് നിശാചരൻ ഭൈരവമൂർത്തിയുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? പറ്റും സാർ, പക്ഷേ മറ്റൊരു വിഷയമുണ്ട്, സണ്ണിമോൻ അറിയിച്ചു. കാരണവരുടെ നെറ്റി ചുളിഞ്ഞു. എനിക്കൊരു പിടിപ്പുകേട് പറ്റി. സൂര്യകാന്തിയെ തല്ലിയതും തുടർന്നുണ്ടായ സംഭവങ്ങളും സണ്ണിമോൻ പറഞ്ഞു. കാരണവർ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം ഇരുന്നു. എന്നിട്ട് ചോദിച്ചു, ആ CI ആളെങ്ങനെ? ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ? തോന്നുന്നില്ല സാർ. അയാൾക്ക് എന്നോട് നേരത്തെ മുതൽ ചുരുക്ക. മാത്രമല്ല ഫോറസ്റ്റുകാരെ അയാൾക്ക് പുച്ഛവുമാ. കാരണവർ കേശവ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ജനാലയ്ക്കൽ പോയി പുറത്തേക്ക് നോക്കി നിന്നു. പിന്നെ ആര് പറഞ്ഞാൽ CI കേൾക്കും? നമ്മുടെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ രാഹുൽ രാജ് സാറും CIയും ഒരേ നാട്ടുകാരാ. അദ്ദേഹം പറഞ്ഞാൽ ഒരു പക്ഷേ. സണ്ണിമോൻ പകുതിക്ക് നിർത്തി. രാഹുൽ സാറിന് എന്നെ കണ്ണിന് കണ്ടുകൂടാ. I see. ഉറക്കെ ചിരിച്ചുപോയി കാരണവർ കേശവ്. സണ്ണിമോനെ, തന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണല്ലോ ഡിപ്പാർട്ട്മെന്റിൽ, ഞാൻ ഒഴികെ. ആ വാചകത്തിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞ സണ്ണിമോൻ വിളറിപ്പോയി. കാരണവർ തുടർന്നു. അപ്പോൾ DFO സാറിനോടും തന്നെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഏതായാലും ഉടനെ വിലക്കിയില്ലെങ്കിൽ തന്റെ കാര്യം പോക്ക് തന്നെ. പെണ്ണു വിഷയം ആയിപ്പോയില്ലേ, അറസ്റ്റുണ്ടാവും. അതുകൂടി കേട്ടതോടെ സണ്ണിമോൻ തളർന്നു പോയി. സാർ, അതേടോ, പക്ഷെ എനിക്ക് തന്നെ അങ്ങനെയങ്ങ് കൈയൊഴിയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ എന്തായാലും ആ CIയെ ഒന്ന് വിളിച്ചു നോക്കാം. ഒന്നുമല്ലെങ്കിലും രണ്ടുപേരും ധരിക്കുന്നത് കാക്കിയല്ലേ. കാരണവർ കേശവ് ഫോണെടുത്തു. നമ്പർ പറഞ്ഞു താടോ. സണ്ണിമോൻ നമ്പർ നൽകി. മൂന്നാമത്തെ ബെല്ലിന് അപ്പുറത്ത് കോളെടുത്തു. യെസ്, പോലീസ് സ്റ്റേഷൻ. CI സത്യനാഥിന്റെ കനത്ത ശബ്ദം. ഞാൻ റേഞ്ചർ കാരണവർ കേശവ്. അയാൾ സ്വയം പരിചയപ്പെടുത്തി. പിന്നെ മെല്ലെ കാര്യം അവതരിപ്പിച്ചു. അപ്പുറത്തുള്ള പ്രതികരണം സുഖകരമല്ലെന്ന് കാരണവരുടെ മുഖഭാവത്തിൽ നിന്ന് സണ്ണിമോൻ തിരിച്ചറിഞ്ഞു. അവസാനം ഫോൺ വെച്ചിട്ട് കാരണവർ പറഞ്ഞു, അയാൾ അടുക്കുന്ന ലക്ഷണമില്ല സണ്ണി. ഒരുവിധം നല്ല വകുപ്പുകൾ തന്നെയാ തനിക്കെതിരെ ചുമത്തിയിരിക്കുന്നതും. സണ്ണിമോൻ മിണ്ടിയില്ല. ഇനി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് ഒരേയൊരു വഴി മാത്രമാ. കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കിക്കുക. സാർ, സണ്ണിമോന് മനസ്സിലായില്ല. താൻ ജീപ്പെടുക്ക്, നമുക്ക് ഒരിടം വരെ പോകാം. റേഞ്ചർ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. രണ്ടുപേരും പെട്ടെന്നിറങ്ങി. ഫോറസ്റ്റ് ഓഫീസിലെ പല ജീവനക്കാരും തന്നെ നോക്കി ചിരിക്കുന്നത് സണ്ണിമോൻ കണ്ടു. പരമശിവയും സൂര്യകാന്തിയും വീട്ടിലെത്തുമ്പോൾ അമ്മോ അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ പുലിക്ക് ഇറച്ചിയെടുത്ത് കൊടുത്തു. ഒപ്പം ഒരു കാര്യം തീരുമാനിക്കുകയും ചെയ്തു. ഇനി അമ്മുവിനുള്ള ഇറച്ചി ഇവിടെ വെച്ചിട്ടേ ചന്തയിലേക്ക് പോകൂ. പുലി ഇറച്ചി തിന്നുന്നത് നോക്കിയിരിക്കുമ്പോൾ അറിയാതെ സൂര്യകാന്തിയുടെ കണ്ണുകൾ നനഞ്ഞു. കവളിൽ അടിയേറ്റ ഭാഗത്ത് ഇപ്പോഴും നല്ല നീറ്റലുണ്ട്. അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും സത്യം അതല്ലെന്നും അവൾക്കറിയാം. തന്നെ കൂടുതൽ വിഷമിപ്പിക്കാതിരിക്കാൻ അച്ഛൻ അങ്ങനെ ഭാവിക്കുകയാണ്. പോത്തുകൾക്ക് വെള്ളവും പുല്ലും കൊടുക്കാതെ വന്നപ്പോൾ തന്നെ കയറിക്കിടന്നതാണ് അച്ഛൻ. അമ്മു ഇറച്ചി തിന്നു തീർത്തു. പിന്നെ പതിവ് പോലെ സൂര്യകാന്തിയുടെ മടിയിൽ തലവച്ച് കിടന്നു. മാർക്കറ്റിലുണ്ടായ സംഭവം അവൾ പുലിയോട് പറഞ്ഞു. അത് മനസ്സിലായതുപോലെ പുലി വാലന്ന് ഇളക്കി. ഇനി സണ്ണിമോൻ ആക്രമിക്കാൻ വന്നാൽ സത്യമായിട്ടും ഞാൻ അയാളെ കൊല്ലും. പിന്നെ നിനക്ക് ഭക്ഷണം തരാൻ ഞാനിവിടെ ഉണ്ടാവില്ല കേട്ടോ. പുലി ശിരസിളക്കി അവളെ ഒന്ന് നോക്കി. പെട്ടെന്ന് താഴെ നിന്ന് ഒരു ജീപ്പ് കയറ്റം കയറി വരുന്ന ഒച്ച. സൂര്യകാന്തി കാത് കൂർപ്പിച്ചു. താഴത്തെ വീടുകളും പിന്നിട്ട് അത് തങ്ങളുടെ വീട് ലക്ഷ്യമാക്കി വരികയാണെന്ന് അവൾക്കുറപ്പായി. മോളെ. പൊടുന്നനെ അപ്പുറത്തുനിന്ന് പരമശിവയുടെ വിളിയൊച്ച. അതിലെ പരിഭ്രമം അവൾ അറിഞ്ഞു. പുലിയുടെ ശിരസുയർത്തി തറയിൽ വെച്ചിട്ട് സൂര്യകാന്തി എഴുന്നേറ്റു. മോളെ, ഫോറസ്റ്റുകാരാ. പരമശിവ ഓടിയെത്തി. സൂര്യകാന്തി പകച്ചു. ഫോറസ്റ്റുകാർ പുലിയെ കണ്ടാൽ പണ്ടത്തെ പോലെ ഒരു രക്ഷപ്പെടൽ അസാധ്യമാണ്. അടുക്കളയിലെ ജനാലയിലൂടെ അവൾ പുറത്തേക്ക് നോട്ടം പായിച്ചു. മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന പെട്ടി ഓട്ടോയ്ക്ക് പിന്നിൽ ജീപ്പ് നിന്നു. ചുറ്റും നോക്കിക്കൊണ്ട് അതിൽ നിന്ന് കാരണവർ കേശവ് ഇറങ്ങി. പിന്നാലെ സണ്ണിമോനും. സൂര്യകാന്തിക്കും പരമശിവയ്ക്കും ശ്വാസം വിലങ്ങി. അധ്യായം 5. റേഞ്ചർ കാരണവർ കേശവിന്റെ കണ്ണുകൾ ഉന്നം പിടിക്കുന്നത് പോലെ പരമശിവയുടെ വീടിന്റെ ഭാഗങ്ങളിലൂടെ തെന്നി നീങ്ങി. സൂര്യകാന്തിയും പരമശിവയും പെട്ടെന്ന്
ജനൽ ഭാഗത്തു നിന്ന് മാറി. ഇവിടെ ആരുമില്ലേ? സണ്ണിമോനെ ഒന്ന് നോക്കിയിട്ട് കാരണവർ ശബ്ദമുയർത്തി. മിണ്ടാനായില്ല പരമശിവയ്ക്ക്. അയാൾ പൂക്കുല പോലെ വിറയ്ക്കുന്നത് സൂര്യകാന്തി കണ്ടു. അച്ഛൻ ഭയപ്പെട്ടാൽ കാര്യങ്ങൾ കുഴയും. ധൈര്യമായിട്ട് മുൻവശത്തേക്ക് ചെല്ല്, അല്ലെങ്കിൽ അവര് വീടിന് വലം വെച്ച് വരും. പുലിയെ കാണുകയും ചെയ്യും. അവൾ മന്ത്രിച്ചു. പേടിക്കണ്ട, ചെല്ല്, ഞാൻ അച്ഛന്റെ പുറകെ എത്തിക്കോളാം. തുടർന്ന് മറ്റൊരു കാര്യം കൂടി അവൾ അയാളെ പറഞ്ഞേൽപ്പിച്ചു. ധൈര്യം വീണ്ടെടുത്ത് പരമശിവ മുൻവാതിലിന് നേർക്ക് സാവധാനം നടന്നു. സൂര്യകാന്തി പുലിയെ നോക്കി. അത് ചോദ്യഭാവത്തിൽ ശിരസ് അല്പമുയർത്തി അവളെ ശ്രദ്ധിച്ചു. അമ്മോ, അനങ്ങാതെ ഇവിടെ തന്നെ കിടന്നോണേ. പുലിയെ ഒന്ന് തടവി അടക്കം പറഞ്ഞിട്ട് ശബ്ദം കേൾപ്പിക്കാതെ സൂര്യകാന്തി അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങി. ശേഷം വാതിലടച്ച് കൊളുത്തിട്ടു. അപ്പോഴേക്കും കാരണവരുടെ സ്വരം വീണ്ടും കേട്ടു. പരമശിവ, എടോ പരമശിവ, തന്തേ മോളും ചത്തോ? സണ്ണിമോൻ മന്ത്രിച്ചു. പരമശിവ വാതിൽ തുറന്നു. പരിസരം വീക്ഷിച്ചുകൊണ്ട് നിന്ന റേഞ്ചറെയും സണ്ണിമോനെയും കണ്ടപ്പോൾ അയാൾ പതറി. എന്താടോ വാതിൽ തുറക്കാൻ താമസം? റേഞ്ചർ കാരണവർ നെറ്റിച്ചുളിച്ചു. പരമശിവ നാവനക്കും മുമ്പ് പിന്നിൽ സൂര്യകാന്തിയുടെ ശബ്ദം കേട്ടു. ആരാ അച്ഛാ അത്? അവൾ പരമശിവയുടെ തൊട്ട് പിന്നിൽ എത്തി. അതയാൾക്ക് ആശ്വാസം പകർന്നു. ഫോറസ്റ്റുകാരെ അപ്പോൾ കാണുന്നത് പോലെ സൂര്യകാന്തി അത്ഭുതം ഭാവിച്ചു. അല്ല സാറന്മാരോ? ഞങ്ങളൊന്ന് മയങ്ങിപ്പോയി. വെളുപ്പിനെ എഴുന്നേൽക്കുന്നതല്ലേ സാറേ? പോരാത്തതിന് ശരീരത്തിന് ക്ഷതമേറ്റതിന്റെ ക്ഷീണവും. സണ്ണിമോനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് അവൾ അവസാന വാചകം പറഞ്ഞത്. അയാൾ ദൃഷ്ടി മാറ്റിക്കളഞ്ഞു. കാരണവർ കേശവ് എന്തോ പറയാൻ ഭാവിക്കുമ്പോൾ സൂര്യകാന്തി തുടർന്നു. വിശ്വാസവഞ്ചന കാണിക്കാൻ എനിക്കറിയത്തില്ല കാരണവർ സാറേ. മറ്റൊരാളുടെ കയ്യിന്ന് മുൻകൂർ ഇറച്ചിയുടെ പൈസ പറ്റിയിട്ട് അവസാനം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ സാറിനുള്ള ഇറച്ചി കൊടുത്തു വിടാതിരുന്നത്. സാറ് ക്ഷമിക്കണം. കാരണവർ കണ്ണുകൾ ചലിപ്പിക്കാതെ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അഴകിനും ആരോഗ്യത്തിനുമൊപ്പം വാക്ചാതുരിയും. ഇറച്ചിയുടെ കാര്യം പറയാനല്ല കാന്തി ഞാൻ വന്നത്. അക്കാര്യത്തിൽ നിന്റെ ഭാഗത്ത് തന്നെയാ ന്യായം. വാക്കുകൾ സൂക്ഷിച്ചാണ് അയാൾ ഉപയോഗിച്ചത്. എങ്കിൽ സാറിങ്ങോട്ട് കയറിയിരിക്കെ. ആദ്യമായി ഇവിടെ വരികയല്ലേ. അനിഷ്ടം ഭാവിക്കാതിരിക്കാൻ സൂര്യകാന്തിയും ശ്രദ്ധിച്ചു. വരാന്തയിൽ കിടന്നിരുന്ന പഴയ കസേര ചുരിദാർ ഷാൾ കൊണ്ട് തുടച്ച് അവൾ നീക്കിയിട്ട് കൊടുത്തു. കാരണവർ കേശവ് തിണ്ണയിലേക്ക് കയറി കസേരയിലിരുന്നു. താങ്ക് യു. ഒറ്റപ്പെട്ടവനെ പോലെ സണ്ണിമോൻ ജീപ്പിനരികിൽ ചുറ്റിപ്പറ്റി നിന്നു. ഇവിടെ നിങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ അല്ലേ? കാരണവർ വെറുതെ തിരക്കി. അതെ സാർ, എന്റെ ഭാര്യ 20 വർഷം മുമ്പ് മരിച്ചു, പരമശിവ പറഞ്ഞു. കാരണവർ ഒന്ന് മൂളി. പിന്നെ അല്പനേരം ഇറച്ചി വ്യാപാരത്തെക്കുറിച്ച് പലതും തിരക്കി. സാറിന് കുടിക്കാൻ നാരങ്ങാവെള്ളം എടുക്കട്ടെ? ഔപചാരികത ഭാവിച്ച് സൂര്യകാന്തി ചോദിച്ചു. അവളുടെ ആഗ്രഹം പോലെയായിരുന്നു അയാളുടെ മറുപടി. വേണ്ട, കുറച്ചു മുമ്പ് ഭക്ഷണം കഴിച്ചതേയുള്ളൂ. തുടർന്ന് കാരണവർ വിഷയത്തിലേക്ക് വന്നു. നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു അത്. സണ്ണിമോന്റെ ഭാഗത്ത് തന്നെയാ തെറ്റ്, അതും ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവിടെ നിർത്തി കാരണവർ ഒരു നിമിഷം മൗനം പാലിച്ചു. ശേഷം പറഞ്ഞു, അയാൾക്കെതിരെ സൂര്യകാന്തി പോലീസിൽ പരാതി കൊടുത്തു അല്ലേ? അതിലും ഞാൻ തെറ്റു കാണുന്നില്ല. ആരായാലും അങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാനാ. കേസും വഴക്കുമായാൽ ഇരുകൂട്ടർക്കും അത് ക്ഷീണമാ. മീഡിയയിലൊക്കെ വാർത്ത വരും. കോടതിയും പോലീസ് സ്റ്റേഷനുമൊക്കെ കയറി ഇറങ്ങേണ്ടി വരും. അയാൾ പറയാൻ വരുന്നതെന്താണെന്ന് സൂര്യകാന്തി ഊഹിച്ചു. എങ്കിലും കേട്ടുനിന്നു. കാരണവർ കേശവ് ബാക്കി പറഞ്ഞത് പരമശിവയോടാണ്. സൂര്യകാന്തിയേക്കാൾ ലോകപരിചയമുള്ള നിങ്ങളോട് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അത്രയുമായപ്പോഴേക്കും സൂര്യകാന്തിയുടെ ക്ഷമ കെട്ടു. എന്താ സാർ ഉദ്ദേശിക്കുന്നതെന്ന് തെളിച്ചു പറഞ്ഞാട്ടെ. കാരണവർ ഒന്ന് തലയാട്ടി. പിന്നെ ചുണ്ടനക്കി. കഴിഞ്ഞു പോയതിന്റെ പിന്നാലെ നടക്കാതെ കാന്തി ആ പരാതി പിൻവലിക്കണം. സണ്ണിയുടെ ഭാഗത്തുനിന്ന് ഇനി ഒന്നുമുണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. സൂര്യകാന്തിയുടെ നിയന്ത്രണങ്ങളുടെ കെട്ടുപൊട്ടി. അത് മാത്രം നടക്കത്തില്ല സാറേ. ഞാൻ പരാതി പിൻവലിച്ചാൽ അയാൾ വീണ്ടും അത് തന്നെ ചെയ്യും. നേരത്തെ അയാൾ ചെയ്തതിന് അന്നേ ഞാൻ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. കവിടടക്കം ഒന്ന് കിട്ടിയതുപോലെയായി കാരണവർ കേശവ്. കാന്തി, അയാൾ രോഷം കടിച്ചൊതുക്കി. അച്ഛനുമായി ഒന്നുകൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുന്നതല്ലേ ഉചിതം? അല്ല സാർ, അവൾ തലകുടഞ്ഞു. ഇനി ഞങ്ങൾക്കൊന്നും ചിന്തിക്കാനില്ല. ഒരുപാട് പേരുടെ മുന്നിൽ വെച്ച അയാൾ എന്നെ തല്ലിയത്. സുഖമില്ലാത്ത എന്റെ അച്ഛനും താഴെ വീണു. അത് പറഞ്ഞപ്പോൾ അവളുടെ സ്വരം ഒന്ന് പതറി.
പിന്നെ ഇതൊരു വാർത്തയായാലോ കേസായാലോ എനിക്കെന്താണ് സാർ? ഈ മറയൂരിലുള്ളവരല്ലാതെ ആരും എന്നെ അറിയില്ലല്ലോ, കാണുന്നില്ലല്ലോ. ഡ്രൈവർ സണ്ണിമോന്റെ നേർക്ക് തീയുളി പോലെ ഒരു നോട്ടമെറിഞ്ഞു സൂര്യകാന്തി. അവളുടെ വാക്കുകൾ കേട്ട് പേയ് പിടിച്ചതുപോലെ നിൽക്കുകയായിരുന്നു സണ്ണിമോൻ. അയാളുടെ വിരലുകൾ ജീപ്പിന്റെ ബമ്പറിൽ ആഞ്ഞമർന്നു. സൂര്യകാന്തി അടുക്കുന്ന ലക്ഷണമില്ല. കാരണവർ മറ്റൊരു അടവിറക്കി. അത്രയും പേരുടെ മുന്നിൽ വെച്ച് കാന്തിക്കുണ്ടായ അഭിമാനക്ഷതം ഞാൻ തിരിച്ചറിയുന്നു. അതിന് കാരണക്കാരനായ സണ്ണി ഈ നിമിഷം നിന്നോട് മാപ്പ് പറയും. ഞാൻ പറയിക്കാം. ഒറ്റത്തവണത്തേക്ക് അയാളോട് നീ ക്ഷമിക്കുമോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ മുന്നിൽ വെച്ച് നമുക്ക് ഈ കേസ് ഒത്തുതീർപ്പാക്കാം. ഇനി തെറ്റാവർത്തിക്കില്ലെന്ന് സണ്ണി സിഐക്ക് എഴുതി കൊടുക്കുകയും ചെയ്യട്ടെ. എന്താ? എന്നിട്ടും സൂര്യകാന്തിയുടെ മുഖം മുറുകി തന്നെ നിന്നു. മോളെ, പരമശിവ പതുക്കെ വിളിച്ചു. ആ വിളിയുടെ അർത്ഥം അവൾക്ക് വ്യക്തമായി. കാരണവരുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നി. അയാൾ പരമശിവയുടെ നേർക്ക് തിരിഞ്ഞു. അച്ഛനും മകളും കൂടി ഒന്ന് ചിന്തിക്ക്. വന്നേ മോളെ. പരമശിവ അവളെയും കുട്ടി മുറിക്കുള്ളിലേക്ക് പോയി. കാരണവർ കേശവ് സണ്ണിമോനെ നോക്കി ഒന്ന് കണ്ണിറുക്കുകയും വലത് കൈയുടെ തള്ളവിരൽ ഉയർത്തി കാണിക്കുകയും ചെയ്തു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ സൂര്യകാന്തിയും പരമശിവയും മടങ്ങിയെത്തി. എന്തു തീരുമാനിച്ചു? കാരണവർ തിരക്കി. സാർ ഇവിടം വരെ വന്ന് ഇത്രയും സംസാരിച്ചതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ ഒരുക്കമാ. പക്ഷേ അതെന്റെ തീരുമാനം പോലെ ആയിരിക്കണം. കാന്തി പറഞ്ഞോളൂ. കാരണവർ നിവർന്നിരുന്നു. സണ്ണി സാറ് മാപ്പ് പറയണം. പക്ഷേ അത് ഇവിടെ വെച്ചല്ല. എന്നെ തല്ലിയത് കണ്ടുനിന്നവരുടെ മുഴുവൻ മുന്നിൽ വെച്ച്, പരസ്യമായിട്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ സാറ് പറഞ്ഞതുപോലെ. സൂര്യകാന്തി ശബ്ദം ദൃഢപ്പെടുത്തി. ഒരു നിമിഷം അവിടെ നിശബ്ദത പരന്നു. ശേഷം കാരണവർ നാവനക്കും മുമ്പ് സണ്ണിമോൻ വരാന്തയ്ക്ക് നേരെ കുതിച്ചു വന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് അട്ടഹസിച്ചു. നായിന്റെ മോളെ, ഒന്ന് താണു തന്നപ്പം നീ തലയിൽ കയറി ഇരിക്കുകയാ അല്ലേടി? നിന്നോട് ഞാൻ ഒരു മാപ്പും പറയാൻ പോകുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ താഴ്ത്തിക്കെട്ടാനുള്ള നിന്റെ അടവ് അവിടെ തന്നെ വെച്ചേരടി. സണ്ണി. കാരണവർ കേശവ് പെട്ടെന്ന് എഴുന്നേറ്റു. വേണ്ട സാറേ, ഇവള് കേസ് നടത്തട്ടെ. എവിടം വരെ പോകും എന്നറിയാമല്ലോ. കൂടി വന്നാൽ എന്റെ ജോലി നഷ്ടപ്പെടുമായിരിക്കും. ജയിലിൽ അധികകാലം കിടക്കില്ല ഞാൻ. ജാമ്യത്തിലിറങ്ങിയാലും ഇവളെ ഞാൻ തീർക്കും, മറയൂർ ചന്തയിൽ വെച്ച്. അയാൾ വെട്ടിത്തിരിഞ്ഞു പോയി ജീപ്പിൽ കയറി. കാരണവരുടെ കണ്ണുകളിലെ ഞരമ്പുകളിൽ ചോര തിങ്ങി. മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന സൗമ്യഭാവം മാഞ്ഞു. പക വാക്കുകളായി അയാളിൽ നിന്ന് പുറത്തു ചാടി. നീയൊക്കെ എങ്ങനെയും ആയുസെത്തി മരിച്ചോട്ടെയെന്ന് കരുതിയ ഞാൻ വന്നത്. പക്ഷേ നിങ്ങളുടെ അഹങ്കാരം അതിന് അനുവദിക്കില്ലെന്ന് എനിക്ക് ബോധ്യമായി. ഇനി എന്നെ കുറ്റപ്പെടുത്തിയേക്കരുത്. വേണമെങ്കിൽ ഞങ്ങളിവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് കൂടി ആ പീറ സിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കടി. അയാളെ ഞങ്ങളെ മൂക്കിൽ കയറ്റുന്നതെന്ന് കാണട്ടെ. തറ ചവിട്ടിക്കുലുക്കി കാരണവർ കേശവും ഇറങ്ങിപ്പോയി. സൂര്യകാന്തിയും പരമശിവയും നിശ്ചലം നിന്നു. താഴെ വീടുകളുടെ മുറ്റത്ത് ആളുകൾ അവിടേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണവർ കയറിയതും സണ്ണിമോൻ അലക്ഷ്യമായി ജീപ്പ് പുറകോട്ടെടുത്തു. പരമശിവയുടെ 2 വാഴകൾ ഇടിച്ചു വീഴ്ത്തിയ ശേഷം വെട്ടിത്തിരിഞ്ഞ് അവർ കുന്നിറങ്ങിപ്പോയി. തന്റെ നെഞ്ചിലേക്കാണ് ജീപ്പിന്റെ പിൻഭാഗം ഇടിച്ചു കയറിയതെന്ന് പരമശിവയ്ക്ക് തോന്നി. അച്ഛാ. സൂര്യകാന്തി അയാളുടെ തോളിൽ പിടിച്ചു. തീപ്പൊള്ളൽ ഏറ്റ പോലെ അയാൾ തിരിഞ്ഞു നോക്കി. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ഈ ഉമ്മാക്കി കണ്ടെന്നും അച്ഛൻ ഭയപ്പെടണ്ട. ആദ്യം വളരെ മാന്യമായി സംസാരിച്ച റേഞ്ചറുടെ ശരിക്കുള്ള മുഖം നമ്മൾ നേരിട്ട് കണ്ടല്ലോ. പരമശിവ മിണ്ടിയില്ല. അമ്മുവിനെ തുറന്നു വിടാനായി സൂര്യകാന്തി തിടുക്കത്തിൽ അടുക്കളയിലേക്ക് പോയി. അവൾ വാതിൽ തുറക്കുമ്പോൾ അവിടെ ചുറ്റിത്തിരിയുകയായിരുന്നു പുലി. വന്നവർ ഇവളെ കാണാത്തത് ഭാഗ്യം. സൂര്യകാന്തി ഒരു നെടുവീർപ്പിട്ടു. ക്ഷമിക്കടി. പുലിക്ക് അവൾ പുറത്തേക്കുള്ള വാതിൽ തുറന്നു കൊടുത്തു. സൂര്യകാന്തിയെ ഒന്ന് നോക്കിയിട്ട് അമ്മോ വേഗം വനത്തിലേക്ക് പോയി. മടക്കയാത്രയിലാകെ വിറഞ്ഞു തുള്ളി അസ്വസ്ഥനായിരുന്നു സണ്ണിമോൻ. ജീപ്പിന്റെ ബ്രേക്കിൽ അയാൾ കാൽ വെച്ചില്ല. വളവുകൾ വെട്ടിത്തിരിഞ്ഞു. ഇടയ്ക്കിടെ പിൻചക്രങ്ങൾ ഞെരിഞ്ഞു പോകുന്നത് പോലെയുള്ള ഒച്ചയുണ്ടായി. കാരണവർ കേശവ് ഇടയ്ക്കിടെ അയാളെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. കേസ് എങ്ങനെ ഒതുക്കി തീർക്കുമെന്നായിരുന്നു അയാളുടെ ചിന്ത. പെട്ടെന്ന് മുന്നിലെ കൊടുംവളവ് തിരിഞ്ഞ് ഒരു പാണ്ടിലോറി വരുന്നു. ഒരേ സമയം 2 വാഹനങ്ങൾ കടന്നു പോകാനുള്ള വീതി റോഡിനില്ല. സണ്ണിമോൻ ബ്രേക്ക് അമർത്തി. ജീപ്പ് ഇടത്തോട്ട് വെട്ടിച്ചു. അവിടുത്തെ കരിങ്കൽ കലിങ്കിൽ ഉരസി ജീപ്പ് നിന്നു. തൊട്ടു മുന്നിൽ രാക്ഷസൻ വായ് പിളർന്നു നിൽക്കുന്നത് പോലെ ലോറിയുടെ മുഖം. എടുത്തു മാറ്റടാ. തല പുറത്തേക്ക് നീട്ടി ലോറി ഡ്രൈവറോട് സണ്ണിമോൻ അലറി.
അപ്പോഴേക്കും പഴനിക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് വന്ന് ലോറിക്ക് പിന്നിൽ ബ്രേക്ക് ഇട്ടു. ലോറിയുടെ ഡ്രൈവർ എന്തോ പറഞ്ഞുകൊണ്ട് ജീപ്പ് പിന്നോട്ടെടുക്കാൻ ആംഗ്യം കാട്ടി. അവനെ ഇന്ന് ഞാൻ സണ്ണിമോൻ പുറത്തേക്കിറങ്ങാൻ ഭാവിച്ചു. എടോ ഇരിക്കവിടെ. കാരണവർ കേശവ് അയാളുടെ തോളിൽ പിടിച്ചു. സാർ. സണ്ണിമോൻ തിരിഞ്ഞു. ആരോടാ തന്റെ ഈ രോഷം? എന്നോടോ അതോ ആ ഡ്രൈവറോടോ? സാർ. അയാൾ ഒന്നയഞ്ഞു. താൻ വണ്ടി റിവേഴ്സിലെടുക്ക്. ഒരു 10 മീറ്റർ പിറകിൽ ഒതുക്കാൻ സ്ഥലമുണ്ട്. അനുസരിക്കാതെ നിവർത്തിയില്ലായിരുന്നു സണ്ണിമോന്. എന്നിട്ടും ലോറി കടന്നു പോകുമ്പോൾ അയാൾ ഡ്രൈവറോട് പറഞ്ഞു, നീ ഇനിയും വരും ഈ വഴിക്ക്, ഞാൻ എടുത്തോളാം. ബസ് കൂടി കടന്നു പോയതോടെ അവർ യാത്ര തുടർന്നു. അപ്പോൾ സണ്ണിമോൻ പകുതി ശാന്തനായിരുന്നു. കാരണവർ അയാളോട് പറഞ്ഞു, എടുത്തു ചാടി എന്തു ചെയ്താലും അത് നമുക്ക് തിരിച്ചടിയായേ ഭവിക്കൂ. ചിറ്റാറിൽ എനിക്ക് സംഭവിച്ചത് അതാ. അന്ന് ഞാനൊരു പാഠം മനസ്സിൽ കുറിച്ചു വെച്ചു. സൂര്യകാന്തിയെ നമുക്ക് ഒതുക്കത്തിൽ കിട്ടുമെന്നേ. അന്ന് നമ്മൾ അവളുടെ ഓരോ ദളങ്ങളും അടർത്തിയെടുക്കും. ഇന്ന് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. മാത്രമല്ല, പോലീസ് കേസിൽ നിന്ന് നിന്നെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും മാർഗം തെളിഞ്ഞു വരുമെന്നും എന്റെ മനസ്സ് പറയുന്നു. കാരണവർ പറഞ്ഞു നിർത്തുമ്പോൾ അടുത്ത വളവ് തിരിയുകയായിരുന്നു ജീപ്പ്. നിർത്ത്, അയാൾ പെട്ടെന്ന് പറഞ്ഞു. സണ്ണിമോൻ ബ്രേക്ക് അമർത്തി. അവിടെ വലതുഭാഗത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറയും അതിനപ്പുറം ഒരു കാട്ടുചോലയുമാണ്. വനത്തിലൂടെ അവിടെ എത്തുന്ന വെള്ളം കുത്തനെ പതിച്ച് റോഡിനു കുറുകെയുള്ള കലുങ്കിനടിയിലൂടെ താഴേക്ക് പോകുന്നു. 4-5 ചെറിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവിടെയുണ്ട്. വിനോദസഞ്ചാരികളും തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ചെറിയ ചരക്ക് വണ്ടികളും അവിടെ നിർത്തിയിടാറുണ്ട്. നോക്കിക്കേ. കാരണവർ കേശവ് കൈചൂണ്ടി. സണ്ണിമോൻ അവിടേക്ക് ശ്രദ്ധിച്ചു. കാട്ടുചോലയ്ക്കരികിൽ ഒരു താർ ജീപ്പ്, കറുത്ത നിറം. അതിനുള്ളിൽ ആരൊക്കെയോ ഇരിപ്പുണ്ട്. ചോലയിൽ അടിവസ്ത്രം മാത്രം ധരിച്ച് 2 യുവാക്കൾ കുളിക്കുന്നു. സണ്ണിമോൻ ഫോറസ്റ്റ് ജീപ്പ് താറിന് മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. ഇരുവരും ചാടിയിറങ്ങി. താറിന് പിന്നിലേക്ക് പാഞ്ഞെത്തിയ അവർ അകത്തേക്ക് കണ്ണയച്ചു. വാഹനത്തിനുള്ളിൽ ഒരു യുവാവും യുവതിയും. യുവതിയെ ഇറുകെ പുണർന്ന് ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ് യുവാവ്. ചന്ദനത്തിന്റെ നിറമുള്ള യുവതി ഇരുന്ന് പുളയുന്നു. കാരണവർ തന്റെ സെൽഫോൺ എടുത്ത് ആ രംഗങ്ങൾ വീഡിയോയിൽ പകർത്താൻ തുടങ്ങി. ചോലയിൽ കുളിച്ചുകൊണ്ടിരുന്ന യുവാക്കൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. താർ ജീപ്പിൽ മദ്യത്തിന്റെ രൂക്ഷഗന്ധം. അതിനുള്ളിൽ ഒരു ചാക്കുകെട്ട് കിടക്കുന്നതും അവർ കണ്ടു. ഏയ്, തീരാറായില്ലേ? പുറത്തുനിന്നുള്ള ചോദ്യം കേട്ട് യുവാവും യുവതിയും ഞെട്ടിപ്പിടഞ്ഞ് പിടിവിട്ടു. പിന്നെ അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കി. അവരുടെ മുഖങ്ങൾ കണ്ട് ഡ്രൈവർ സണ്ണിമോന്റെ കണ്ഠത്തിൽ നിന്ന് ആശ്ചര്യത്തിന്റെ ഒരു ശബ്ദം പുറത്തു വന്നു. ബാക്കി ഭാഗം നാളെ.